പാരമ്പര്യം വൃഥാവായി. വ്യർത്ഥ പാരമ്പര്യം വൃഥാവായി. വ്യർത്ഥ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് വ്യർത്ഥ പാരമ്പര്യം വൃഥാവായി. വെയിൻ ട്രഡീഷൻസ് വാനിഷ്ഡ്. വെയിൻ ട്രഡീഷൻസ് വാനിഷ്. കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം യേശു കർത്താവിൻ്റെ ക്രൂസിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് വായിക്കുമ്പോൾ യേശു കർത്താവ് ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുകയുണ്ടായി. യേശു കർത്താവ് തകർക്കപ്പെട്ടത് കൊണ്ട് കൃപയാൽ നാം പണിയപ്പെടുകയുണ്ടായി. യേശു കർത്താവ് തിരസ്കരിക്കപ്പെട്ടത് കൊണ്ട് നാം സ്വീകരിക്കപ്പെടുകയുണ്ടായി. യേശു കർത്താവ് നിന്ദിക്കപ്പെട്ടത് കൊണ്ട് നാം മാനിക്കപ്പെടുകയുണ്ടായി. യേശു കർത്താവ് ക്രൂശിൽ ശാപമായി തീർന്നത് കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടുകയുണ്ടായി. യേശു കർത്താവ് ക്രൂശിൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചത് കൊണ്ട് പറ, അവന്റെ അടിപ്പിണരുകളാൽ ഇന്ന് പകലും നമുക്ക് സൗഖ്യം വരികയുണ്ടായി. യേശു കർത്താവ് ക്രൂശിൽ ദരിദ്രനായി തീർന്നത് കൊണ്ട് അവന്റെ ദാരിദ്ര്യത്തിൽ നമ്മൾ സമ്പന്നരായി തീർന്നു. യേശു കർത്താവ് അവൻ മരണം ഏറ്റെടുത്തത് കൊണ്ട് നാം ജീവനും സമൃദ്ധിയായ ജീവനും പ്രാപിക്കുകയുണ്ടായി. ജീവിതത്തിലെ സകല തിന്മകൾക്കും ഉത്തരം ക്രൂശാണ്. ജീവിതത്തിലെ സകല സ്തോത്രമതി പ്രശ്നങ്ങൾക്കും ഉത്തരം ക്രിസ്തുവാണ്. നൂറുകണക്കിന് വെല്ലുവിളികളും നൂറുകണക്കിന് പ്രതിസന്ധികളും തിരമാലകൾ പോലെ മലമടക്കുകൾ പോലെ നിങ്ങളുടെ ജീവിതത്തിന് മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുന്നു എങ്കിൽ സ്തോത്രം, ഭൂമിയിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ സ്വർഗത്തിലെ കർത്താവിന് പരിഹാരവുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിഹാരങ്ങളെ അനുഭവിച്ച് മുന്നിലേക്ക് മുന്നേറുന്ന ജീവിതമാണല്ലോ ആത്മീയ ജീവിതം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവിക പരിഹാരങ്ങൾ, ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ ഒന്നല്ല പലത് പലപ്പോഴായി അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയുണ്ടായി. എന്നാൽ തിരുവചനത്തിൽ പറയുന്നു, അങ്ങനെ കോമൺലി പലപ്പോഴും പൊതുവായി പ്ലാറ്റ്ഫോമുകളിൽ സ്തോത്രം പറഞ്ഞു കേൾക്കാത്തതായ ഒരു കാര്യമാണ് വ്യർത്ഥ പാരമ്പര്യം എന്ന് പറയുന്നത്. സഹോദരി സഹോദരന്മാരെ, എൻ്റെ പിതാവ് എൻ്റെ മാതാവ് കൃപയാൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. എൻ്റെ പിതാവിന് 83 വയസ്സ് പ്രായമുണ്ട്, മമ്മിക്ക് 82 വയസ്സ് പ്രായമുണ്ട്. അവർ ക്ഷീണാവസ്ഥയിലാണ്. എങ്കിലും അവർ സ്തോത്രം ദൈവകൃപയാൽ നോർമലായിരിക്കുന്നു. അവർക്കായി സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാടെ. ആ നല്ല കുടുംബത്തിനായി നന്ദിയോട് സ്തോത്രം. എൻ്റെ പിതാവ് 83-ാമത്തെ വയസ്സിൽ മടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതേ നല്ലൊരു അധ്വാനിയാണ്. സ്തോത്രം. അതെ, മൂത്ത മകനായ ഞാൻ പറയാറുണ്ട്, സുജിത്ത് പറയാറുണ്ട്, സ്തോത്രം കേൾക്കത്തില്ല. ഡോക്ടർമാർ പറയാറുണ്ട്, എന്നാലും പപ്പ തൊഴുത്തിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ ഓടി നടക്കാറുണ്ട്. അധ്വാനിക്കുന്നതായ ആ പിതാവ്, പ്രാർത്ഥിക്കുന്ന മാതാവ്, നല്ല പാരമ്പര്യങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. അധ്വാനിക്കുന്ന പിതാവും പ്രാർത്ഥിക്കുന്ന മാതാവും. എന്നാൽ അതേ സമയത്ത് ഞാൻ പറയട്ടെ, ഏത് കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടാലും, എത്ര നല്ല ബെസ്റ്റ് പപ്പയുടെ ഏറ്റവും ബെസ്റ്റ് മമ്മിയുടെ മകളായി നിങ്ങൾ ജനിക്കപ്പെട്ടാലും, നിങ്ങൾ ഞാനും പാർക്കുന്നത് വീണുപോയതായ ഈ ലോകത്തിൽ ആയതുകൊണ്ട് തിന്മയുടെ വ്യർത്ഥ പാരമ്പര്യങ്ങളും നിങ്ങളെ തേടി വരും എന്ന് മറന്നു പോകല്ലേ. ഏത് വീട്ടിൽ നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടാലും, അത് കുടിൽ തുടങ്ങി കൊട്ടാരം വരികയാണെങ്കിലും സ്തോത്രം, ഏത് വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടാലും നല്ല പാരമ്പര്യങ്ങൾ മാത്രമല്ല വ്യർത്ഥ പാരമ്പര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. നിങ്ങളുടെ പിതാവ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്നും നിങ്ങളുടെ മാതാവ് ബ്രിട്ടന്റെ ബെക്കിംഗ്ഹാം പാലസിൽ നിന്ന് വിവാഹം കഴിച്ചാൽ, ആ പ്രോഡക്റ്റായി റോയൽ കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചു വീണാലും മറന്നു പോകല്. പാപ്പ വൈറ്റ് ഹൗസിലാണെങ്കിലും അവിടെ നിന്ന് കടന്നു വരുന്ന വ്യർത്ഥ പാരമ്പര്യത്തിൻ്റെ ബ്ലാക്ക് ഉണ്ട്. അമ്മ സ്തോത്രം അതെ ബെക്കിംഗ്ഹാം പാലസിലെങ്കിലും അവിടെ നിന്ന് കടന്നു വരുന്ന തിന്മയുടെ സ്തോത്രം വ്യർത്ഥ പാരമ്പര്യങ്ങളുണ്ട്. എത്ര നല്ല കുടുംബങ്ങള്, എത്ര നല്ല സ്തോത്രം സാഹചര്യങ്ങള്, എത്ര നല്ല അതേ പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ വ്യർത്ഥ പാരമ്പര്യങ്ങളുണ്ട്. ഇനി രാവിലെ സകല വീടുകളിലും സ്തോത്രം അതേ ചായ ഇട്ടു എങ്കിൽ, ചിലർ കോഫി ആയിരിക്കും കുടിക്കുന്നത്, എനിക്ക് വിരോധമില്ല. ചായ ഇടുമ്പോൾ ചോർപ്പെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ നിന്ന് സ്തോത്രം ആ തേയിലയുടെ ആവശ്യമില്ലാത്തതായ
ഉണ്ടായ ആ സത്തുപോയ കൊത്തിനെ വകഞ്ഞു മാറ്റുന്നത് പോലെ സ്തോത്രം ചോർപ്പിൽ നിന്ന് ആ തേയിലയുടെ അതെ സത്ത് മാറി സ്തോത്രം അരിപ്പ എന്ന് നിങ്ങൾ പറയുന്നു, ചോർപ്പെന്ന് അതെ തിരുവല്ലക്കാർ പറയുന്നു. ഞാൻ തിരുവല്ലക്കാരനായി ഒരു സെക്കൻഡായി തീർന്നു, ഐ എം സോറി. അതിനെ അരിച്ചു മാറ്റുന്നത് പോലെ തിന്മയുടെ സകല പാരമ്പര്യങ്ങളും, ഞാൻ ആവർത്തിക്കുന്നു, തിന്മയുടെ സകല പാരമ്പര്യങ്ങളും അരിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയ ഇന്ന് പകൽ നിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. തിന്മയുടെ സകല പാരമ്പര്യങ്ങൾ ഈ 6-ാം തീയതി ഈ സഭായോഗത്തിന് നിന്റെ അപ്പൻ വഴി വന്ന തിന്മയുടെ പാരമ്പര്യങ്ങൾ, നിന്റെ അങ്കിൾ വഴി വന്ന തിന്മയുടെ പാരമ്പര്യങ്ങൾ, നിന്റെ വലിയപ്പന്മാരിലൂടെ, നിന്റെ അപ്പച്ചന്മാരിലൂടെ, അമ്മച്ചിമാരിലൂടെ, മമ്മിയിലൂടെ ഒക്കെ കടന്നു വന്നിരിക്കുന്ന നിന്റെ ബ്ലഡിന്റെ RNA DNA എന്ന് കടന്നു വന്നിരിക്കുന്ന സകല തിന്മയുടെ പാരമ്പര്യങ്ങൾ അരിച്ചു മാറ്റുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് യേശുവിൻ്റെ രക്തം. പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി, യേശുവിൻ്റെ രക്തം. അടുത്തിരിക്കുന്നത് നോക്കി പറ, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്, യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. തിരുവചനം പറയുന്നത് പൊന്നിലൂടെ ആ വിടുതൽ നടക്കത്തില്ല, വെള്ളിയിലൂടെ സ്തോത്രം ആ വ്യർത്ഥ പാരമ്പര്യത്തിൽ നിന്ന് വിജയം കാണുവാൻ കഴിയത്തില്ല. എന്നാൽ പൊന്നിന് തരുവാൻ കഴിയാത്തത്, വെള്ളിക്ക് തരുവാൻ കഴിയാത്തത്, മാസ്റ്റേഴ്സിന് തരുവാൻ കഴിയാത്തത്, PhDക്ക് തരുവാൻ കഴിയാത്തത്, യൂണിവേഴ്സിറ്റിക്ക് തരുവാൻ കഴിയാത്തത്, സ്കൂളിന് തരുവാൻ കഴിയാത്തത്, ലോകത്തിന് തരുവാൻ കഴിയാത്തത്, സ്തോത്രം ദൈവത്തിന് സൂപ്പർനാച്ചുറലി നിന്റെ ജീവിതത്തിന് നൽകുവാൻ കഴിയും. കേട്ടവർ ആമേൻ പറഞ്ഞാട്. ഹോസ്പിറ്റലിൽ തരുവാൻ കഴിയാത്തത്, സൈക്കോളജിസ്റ്റിന് തരുവാൻ കഴിയാത്തത്, കൗൺസിലിങ്ങിന് തരുവാൻ കഴിയാത്തത്, ഇന്ന് പകൽക്കാലം ആശീർവാദം കഴിയുന്നതിന് മുൻപ് പ്രതീക്ഷിക്കുന്ന ജനത്തിന്റെ നടുവിൽ, ഒരിക്കൽ കൂടെ, പ്രതീക്ഷിക്കുന്ന ജനത്തിന്റെ നടുവിൽ, എത്ര പേര് പ്രതീക്ഷിക്കുന്നു? വിശ്വസിച്ച് പ്രതീക്ഷിക്കുന്ന ജനത്തിന്റെ നടുവിൽ അതേ ദൈവത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. കാരണം എൻ്റെ ബൈബിൾ പറയുന്നു, where there is expectation there will be manifestation. എവിടെയാണോ പ്രതീക്ഷയുള്ളത് അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. Come on, where there is expectation there will be manifestation. Come on, വ്യർത്ഥ പാരമ്പര്യങ്ങൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ അതേ സ്വഭാവത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേഴ്സണാലിറ്റിയെ, വ്യക്തിത്വത്തെ നാം നോക്കുമ്പോൾ ദൈവം സകലത്തിനും സകലവും ആണ്. ദൈവം സകലത്തിനും സകലവുമാണ്. ദൈവത്തിൻ്റെ ജനമാകുന്ന ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവസഭ തോട്ടമാണ്, അർത്ഥം ദൈവം കൃഷിക്കാരനാണ്. ഓ സ്തോത്രം. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവം സ്തോത്രം അതെ ദൈവത്തിൻ്റെ സഭ ഭവനമാണ്. അതിനർത്ഥം സ്വർഗത്തിൽ പേരെഴുതുവാൻ കാരണഭൂതനായിരിക്കുന്ന ദൈവം ഒരു കുടുംബസ്ഥനാണ്. ദൈവത്തിന് ആ ഫീലിങ്സ് അറിയാം. സ്തോത്രം. ദൈവത്തിൻ്റെ സഭയാ അതൊരു കെട്ടിടമാണ്. അർത്ഥം ദൈവം നീ പൊളിഞ്ഞു പോകാതെ അവൻ പണിയുന്നവനാണ്. യെസ്, ദൈവം സ്തോത്രം പറയുന്നു, സഭ അതൊരു സൈന്യമാണ്. അർത്ഥം ദൈവം നമ്മുടെ ക്യാപ്റ്റനാണ്. അവൻ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. അത് ഇരമ്യാവിനോട് ചോദിച്ചാൽ ഇരമ്യാവ് പറയും, ദൈവം കുശവനാണ്, ദൈവം കുശവനാണ്. പൊളിഞ്ഞു പോയാൽ അതിനെ എങ്ങനെ വീണ്ടും നന്നാക്കണമെന്ന് ദൈവത്തിന് അറിയാം. ഓ ചിലർ പറയും ദൈവം സൗഖ്യദായകനാണ്, വേറെ ചിലർ പറയും ദൈവം ആലോചനയുടെ കർത്താവാണ്. ആൻഡ് സോ ഓൺ. ഒരു മേഖലയിലും ദൈവത്തെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. എല്ലാറ്റിലും ദൈവം സർവശക്തനാണ്. സ്തോത്രം. സകല മേഖലകളിൽ ദൈവം സ്തോത്രം സർവശക്തനാണ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാടെ. അർത്ഥം ദൈവം കുറവില്ലാത്തവനാണ്, അവൻ നിറവിൻ്റെ ദൈവമാണ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ദൈവം കൃഷിക്കാരനാണ് എങ്കിൽ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് വിതയും കൊയ്ത്തും എന്ന പദങ്ങൾ സൃഷ്ടിയുടെ ആരംഭത്തിലെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. വിതയും കൊയ്ത്തും. വിതയ്ക്കുവാൻ ഒരു കാലമുണ്ട്, കൊയ്യുവാനും ഒരു കാലമുണ്ട്. സഭപ്രസംഗം 3 അങ്ങനെ പറയുന്നു. എല്ലാറ്റിനും ദൈവത്തിന് മുൻപിൽ ഒരു കാലം ഉണ്ട്. ഞാനിന്ന് പകൽ പറയുന്നത് കൊറോണയ്ക്ക് ഒരു കാലമുണ്ട്, കോവിഡിന് വേറൊരു കാലമുണ്ട് എന്നല്ല. ഈ പ്രശ്നങ്ങൾക്ക് ഒരു കാലമുണ്ടെങ്കിൽ പരിഹാരങ്ങൾക്കും ഒരു കാലമുണ്ട്. സ്വസ്ഥതയ്ക്ക് ഒരു കാലമുണ്ട്, സ്വസ്ഥതയ്ക്ക് ഒരു കാലമുണ്ട്. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇൻ ജീസസ് നെയിം ഈ ദിവസങ്ങൾ മാറുവാൻ പോകുന്നു, ഈ കാലങ്ങൾ തീരുവാൻ പോകുന്നു. ദൈവത്തിന്റെ ജനമേ, ഇൻ ജീസസ് നെയിം അടഞ്ഞത് സകലതും തുറക്കുവാൻ പോകുന്നു. നിന്ന വരുമാനങ്ങൾ വീണ്ടും ഒഴുകുവാൻ പോകുന്നു. ഹല്ലേലൂയ. പൊളിഞ്ഞു കിടക്കുന്നത് പൂർത്തിയാകുവാൻ വേണ്ടി പോകുന്നു. നന്മയ്ക്കായി വീണ്ടും നല്ലൊരു നാളെയിലേക്ക് തമ്പുരാൻ നിന്നെ കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു കാലം വരാൻ പോകുന്നു.
നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു കാലവും വരുവാൻ പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് കാലങ്ങളെ നിർമ്മിച്ചത്. ദൈവം സൃഷ്ടിയുടെ നാലാം ദിവസത്തിൽ പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി വാഴുവാൻ ചന്ദ്രനെ നിയമിച്ചു. ദൈവം ഈ സൂര്യനെയും ചന്ദ്രനെയും നിയമിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് കാലങ്ങളെ അറിയുവാൻ വേണ്ടിയാണ്, അല്ലാതെ വെളിച്ചത്തിന് വേണ്ടിയല്ല. സ്തോത്രം. അതെ, വെളിച്ചത്തിന് വേണ്ടിയല്ല ദൈവം സൂര്യനെ നിർത്തിയത്, കാലങ്ങളെ അറിയുവാൻ വേണ്ടിയാണ്. ദൈവം കാലങ്ങളുടെ ദൈവം. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. ദൈവം സീസന്റെ ദൈവമാണ്. എന്നും ഒരേ സീസൺ അല്ല, എന്നും കണ്ണുനീര് അല്ല, എന്നും നഷ്ടങ്ങൾ അല്ല, എന്നും ഹ്യൂമിലിയേഷൻ, എന്നും സ്തോത്രം താഴ്ചയല്ല, എന്നും വേദനയല്ല. ദൈവം കാലങ്ങളുടെ ദൈവമാണ്. അവൻ എന്നും ഒരു സീസൺ അല്ല പറഞ്ഞത്. ആ സീസൺസ് പലതും മാറുവാൻ തക്കണം. ദൈവം സ്തോത്രം സൂര്യനെയും ചന്ദ്രനെയും അതുപോലെയുള്ള ജ്യോതിർഗോളങ്ങളെ ദൈവം നിർമ്മിക്കുകയുണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. വിതയ്ക്കാൻ ഒരു കാലമുണ്ട്, കൊയ്യുവാൻ ഒരു കാലമുണ്ട്. 4 സീസൺസ് നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. സമ്മർ, ഫാൾ, വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്ന് അമേരിക്കക്കാർ പറയുന്നത് പോലെ 4 ഋതുക്കൾ, 4 സീസൺസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മനുഷ്യ ശരീരത്തിലും there are certain cycles, അതേ സീസൺസ് നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. പല തരത്തിൽ സ്തോത്രം, പല വിധത്തിൽ കാലങ്ങളെ കാണുവാൻ കഴിയും. ഈ കാലങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയെ ദൈവം ഉണ്ടാക്കി വെച്ച് ഭൂമി കുലുങ്ങാതിരിക്കുകയല്ല, അല്ലെങ്കിൽ ഭൂമി മിണ്ടാതിരിക്കുകയല്ല, ആ ഭൂമി കറങ്ങുകയാണ്. ആ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് സ്തോത്രം പകലും രാത്രിയും ഉണ്ടാകുന്നത്. എപ്പോഴും പകലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ചൂടുകൊണ്ട് പണ്ടേ ചത്തുപോയേനെ. എന്നും ആയിരുന്നെങ്കിൽ നമ്മൾ തണുത്ത് തൊലഞ്ഞു പോയേനെ. എന്നാൽ സ്തോത്രം, ഒരു വശത്ത് പകലുണ്ടെങ്കിൽ വേറൊരു വശത്ത് രാത്രിയുമുണ്ട്. അങ്ങനെ പകലും രാത്രിയും ഡിഫറൻറ്റ് സീസൺസ് അനുഭവിപ്പാൻ ഭൂമി ഇതാ കറങ്ങുകയാണ്. എല്ലാ ജ്യോതിർഗോളങ്ങളും തലയ്ക്ക് മുകളിൽ കറങ്ങുകയാണ്. ഈ അടുത്ത കാലത്ത് നാസ കണ്ടുപിടിച്ചു, ഭൂമി മാത്രമല്ല സൂര്യനെ ചുറ്റുന്നത്. ഈ സ്വയം കറങ്ങുമ്പോൾ തന്നെ അവൻ സൂര്യനെ ചുറ്റുന്നു. സ്വയം ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രാത്രിയും പകലും ഉണ്ടാകാൻ സ്വയം കറങ്ങുമ്പോൾ തന്നെ അവൻ സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് വിവിധ സീസൺ ഉണ്ടാകുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നാസ പറയുകയാണ്, സൂര്യൻ പറയുന്നു, ഞങ്ങൾ വേറൊരു സമ്പ്രദായത്തെ ഇതാ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ഗോളങ്ങൾ അതെ നിന്ന നിൽപ്പിൽ അവർ ചുറ്റുന്നു, അവർ സൂര്യനെ ചുറ്റുന്നു. പക്ഷെ സൂര്യൻ പറയുന്നു, വേറെ എന്തിനെയോ ഞാൻ ചുറ്റുന്നു. ആകെ മൊത്തം ടോട്ടൽ ചുറ്റലാണ്, മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സീസണിന് വേണ്ടി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേ സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ് അവസാനം സയൻസ് ടീച്ചർ ഇപ്രകാരം പറഞ്ഞു, മക്കളെ കാണാൻ പറ്റത്തില്ലതാ, പ്രോട്ടോണും ന്യൂട്രോണും പോലും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രോട്ടോണും ന്യൂട്രോണും പോലും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നോക്ക് ഒരു ആറ്റം തുടങ്ങി ജ്യോതിർഗോളങ്ങൾ വരെയുള്ള സകലതും സ്റ്റേഷനറിയല്ല, അവനിതാ കറങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ നിർമ്മിച്ച തമ്പുരാൻ പറയുന്നു, എന്നും കഷ്ടതയല്ല മക്കളെ, എന്നും കടഭാരമല്ലടാ, എന്നും വാടക വീടല്ല, എന്നും ഞെരുക്കമല്ല, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തോന്നിയിട്ടില്ലാത്ത പുതിയൊരു സീസന്റെ ഗ്രാൻഡ് ഗാല ഓപ്പണിംഗ്, ഉദ്ഘാടനം ഈ 6-ാം തീയതി നിന്റെ ജീവിതത്തിൽ ഞാൻ കൽപ്പിപ്പാൻ വേണ്ടി പോകുകയാണ്. ഞാൻ സീസന്റെ ദൈവമാണ്, ഞാൻ കാലങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചൂടിനും വെളിച്ചത്തിനും വേണ്ടി മാത്രമല്ല, ഒരിക്കൽ കൂടെ വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല ഈ സൂര്യനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ ആദ്യത്തെ 4-ാം ദിവസമാണല്ലോ സൂര്യൻ ഉണ്ടായത്. ഈ മിനിഞ്ഞാന്ന് 4-ാം ദിവസത്തില് സൂര്യൻ ഉണ്ടായത്. ഈ മിനിഞ്ഞാന്ന് സൂര്യൻ ഉണ്ടായത്. പക്ഷെ അതിനു മുമ്പേ എന്തുകൊണ്ട്? വെളിച്ചമുണ്ട്. സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പേ വെളിച്ചമുണ്ട്. അതുകൊണ്ട് ആർക്കും നിന്നെ നോക്കി ഞാനില്ലെങ്കിൽ നിങ്ങളെ കാര്യം കാണാം എന്ന് ഒരു സൂര്യന്മാർക്കും നിന്നെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയത്തില്ല. നമ്മുടെ വീട്ടിലൊക്കെ പലരും പറയാറുണ്ട്, ഞാനില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നത് നോക്കി പറ, പേടിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലേ എന്ന് പറയല്ലേ. കമോൺ കൊതിപ്പിക്കല്ലേ എന്ന് പറയല്ലേ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, പേടിപ്പിക്കല്ലേ. ഞാൻ പറയട്ടെ, ഈ സൂര്യന്മാർ
അസ്തമിക്കും. ഈ ചന്ദ്രന്മാർ മേഘങ്ങളിൽ മറയും. ഈ ലോകത്തിൽ കാണുന്നത് പലതും മറയും. ഈ സൂര്യന്മാർ അസ്തമിക്കും, ഈ ചന്ദ്രന്മാർ മറയും. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം, മറയാത്ത ഒരു സൂര്യനുണ്ട്, അസ്തമിക്കാത്ത ഒരു സൂര്യനുണ്ട്. അവന്റെ പേര് നീതി സൂര്യൻ എന്നത്രേ. യേശുവിന്റെ നാമത്തിൽ അവനാണ് നിന്റെ വെളിച്ചം, അവനാണ് നിന്റെ വെളിച്ചം. യേശു കർത്താവാകുന്ന നീതി സൂര്യനാണ് നിന്റെ വെളിച്ചമെങ്കിൽ നിഴലില്ലാത്ത ജീവിതം, ഇരുട്ടില്ലാത്ത ജീവിതത്തിനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. അടുത്തിരിക്കുന്നത് നോക്കി പറ, നിഴലില്ലാ ജീവിതം, നിഴലില്ലാ ജീവിതം, നിഴലില്ലാ ജീവിതം, ഇരുട്ടില്ലാ ജീവിതം, തകർച്ചയില്ലാ ജീവിതം, കണ്ണുനീരില്ലാ ജീവിതം. ഇൻ ജീസസ് നെയിം, നിഴലില്ലാ ജീവിതം. സോ ഡിഫറെന്റ് സീസൺസ് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് സ്തോത്രം, വീണ്ടും പറ സ്തോത്രം. അതെ, എൻ്റെ സീസൺ മാറുവാൻ വേണ്ടി പോകുന്നു. പ്രവാചകനാകുന്ന ഇരമ്യാവ് പറയാണ് 32:15 സ്തോത്രം. അതേ, പ്രവാചകനാകുന്ന ഇരമ്യാവ് അവൻ കണ്ണുനീരിന്റെ പ്രവാചകനാണ്. പക്ഷേ സ്തോത്രം, ആ ഇരമ്യാവ് ജീവിച്ചിരിക്കുമ്പോൾ കണ്ടു, ഇത് അങ്ങ് ദൂരെ ഇന്നത്തെ ഇറാഖിൽ നിന്ന് സ്തോത്രം ബാബേൽ സൈന്യം ലക്ഷക്കണക്കിന് അവരിതാ അടുത്തു വരുന്നു. 10,000-കണക്കിന് ഭടന്മാർ അടുത്തു വരുന്നത് കണ്ടപ്പോൾ ലക്ഷക്കണക്കിന് യഹൂദന്മാർ പേടിച്ചു. അവർ ഇപ്രകാരം പറഞ്ഞു, തീർന്നു, ഞങ്ങളിതാ നിരോധിക്കപ്പെടുകയാണ്, ഈ മതിൽ തകർക്കപ്പെടുകയാണ്, ഞങ്ങളുടെ ഖജനാവ് കൊള്ളയടിക്കപ്പെടുകയാണ്, ഞങ്ങളുടെ ദേവാലയം ശൂന്യമാകുകയാണ്, ഞങ്ങൾ പ്രവാസത്തിലേക്ക് പോകുകയാണ്. എന്നാൽ സ്തോത്രം, പ്രവാസത്തിലാണ്, മതിലുകൾ ഇടിയുകയാണ്, തകർച്ചകളാണ്, ശത്രു ഇതാ പാളയം ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇരമ്യാവ് പറയുന്നു, ഇല്ലല്ല, മതില് ഇന്ന് ഇടിഞ്ഞു കാണും, ദേവാലയം ശൂന്യമായി കാണും, ഖജനാവ് തകർന്ന് കാണും. പക്ഷേ മറ്റൊരു സീസൺ വീണ്ടും നിങ്ങളുടെ മുൻപിലുണ്ട്. 32:15 ഇരമ്യാവ് പറയുന്നു, ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയ വിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ ഈ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇനിയും തീർന്നില്ല, ഇനിയും ജീവിതമുണ്ട്, ഇനിയും നന്മയുണ്ട്, ഇനിയും നീ മേടിക്കും, ഇനിയും നീ പണിയും, ഇനിയും നീ മുന്നോട്ട് പോകും. ഒന്നിനും നിന്നെ ലോക്ക്ഡൗൺ ചെയ്ത് ജീവിതമേ ലോക്ക്ഡൗൺ ആക്കുവാൻ കഴിയത്തില്ല. ഇനിയും ഈ ദേശത്ത് വീടുകള്, നിലങ്ങള്, മുന്തിരിത്തോട്ടങ്ങള് ക്രയവിക്രയം ചെയ്യ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഇനിയുമുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഇനിയും പലതും വേഗത്തിൽ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. അവൻ കാലങ്ങളുടെ ദൈവമാണ്. തിന്മയുടെ കാലങ്ങൾ അവൻ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നോക്കിയേ, ചുറ്റും നിൽക്കുന്ന ഫല വൃക്ഷങ്ങൾ നോക്കിയാടെ സ്തോത്രം. അവയെല്ലാം കായ്ക്കുവാൻ ഒരു കാലമുണ്ട്, പൂക്കുവാൻ ഒരു കാലമുണ്ട്, ഫലമുണ്ടാക്കുവാൻ ഒരു കാലം ഉണ്ട്. ഇസ്രായേൽ ദേശത്തിലേക്ക് നിങ്ങൾ കടന്നുപോയാൽ ഇസ്രായേൽ ദേശത്തിൽ എന്നും ഏതെങ്കിലും ഒരു കൊയ്ത്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത അതാണ്. സ്തോത്രം, എന്നും ഏതെങ്കിലും ഒരു കൊയ്ത്ത് ഉണ്ടായിരിക്കും. ഭൂരിപക്ഷം മാസങ്ങളും കൊയ്ത്തിൻ്റെ മാസങ്ങളാണ്. എന്നും സ്തോത്രം, ഭൂരിപക്ഷം മാസങ്ങളും കൊയ്ത്തിൻ്റെ മാസങ്ങളാണ്. ഒന്നാമതായി വരുന്നത് ബാർലിയുടെ കൊയ്ത്താണ്. ആ ബാർലിയുടെ കൊയ്ത്തുകൾ ചില ആഴ്ചകൾ നീണ്ടു നിന്ന്. രണ്ടാമത് വരുന്നത് ഗോതമ്പിൻ്റെ കൊയ്ത്താണ്. മൂന്നാമത് വരുന്നത് ഫലങ്ങളുടെ കൊയ്ത്താണ്. നാലാമത് വരുന്നത് ഒലിവിൻ്റെ കൊയ്ത്താണ്. സ്തോത്രം, അതിൻ്റെ സ്പിരിച്വൽ എക്സ്പ്ലനേഷൻ പറയാൻ എനിക്ക് നേരം ഇല്ല. എങ്കിലും പറയട്ടെ, യവത്തിന്റെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഗോതമ്പിന്റെ കൊയ്ത്ത് വരുന്നു. ഗോതമ്പിന്റെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഫലങ്ങളുടെ കൊയ്ത്ത് വരുന്നു. പഴവർഗ്ഗങ്ങളുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒലിവിന്റെ കൊയ്ത്ത് വരുന്നു. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ഇപ്രകാരം പറയും, ഞങ്ങളുടെ ഭൂരിപക്ഷം ദിവസങ്ങളും കണ്ണുനീരിന്റെ ദിവസങ്ങൾ അല്ല, ഞങ്ങൾ ജീവിക്കുന്നത് കൊയ്ത്തിലാണ്. ഞങ്ങൾ ജീവിക്കുന്നത് എന്തോന്നിലാണ്? ഞങ്ങൾ ജീവിക്കുന്നത് മിക്കവാറും കൊയ്ത്തിലാണ്. ഇന്ന് രാത്രി വിശ്വസിക്കണം, ഇന്ന് പകൽ വിശ്വസിക്കണം, ഞങ്ങൾ ജീവിക്കുന്നത് കൊയ്ത്തിലാണ്. ഞങ്ങൾ ജീവിക്കുന്നത് കോവിഡിലല്ല, ഞങ്ങൾ ജീവിക്കുന്നത് കൊയ്ത്തിലാണ്. ഞങ്ങൾ ജീവിക്കുന്നത് കൊയ്ത്തിലാണ്. നീ ദൈവത്തിൻ്റെ മകനെങ്കിൽ മകളെങ്കിൽ നീ നിമിത്തം അന്തരീക്ഷം മാറുവാൻ വേണ്ടി പോകുന്നു. ഈ അന്തരീക്ഷം പൊള്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. സ്തോത്രം, ന്യൂസ് മാഗസിൻ നിമിത്തം, അതേ ന്യൂസ് വായന നിമിത്തം, പേപ്പർ നിമിത്തം, സാഹചര്യങ്ങൾ നിമിത്തം എത്ര പേർ മരിച്ചു, ഇത്ര പേർക്ക് ഉണ്ടായി, ഇത്ര പേർക്ക് പോയി, ഇത്ര പേർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടായി, അപ്പുറത്ത് വെന്റിലേറ്റർ കാത്തിരിക്കുന്നു, ഇവിടെ ഇതാ ഹോസ്പിറ്റൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ അന്തരീക്ഷം ഇതാ പൊള്യൂട്ട് ചെയ്ത് കിടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിലും സത്യത്തിനും ആരാധിക്കുന്ന ദൈവജനം നിമിത്തം അന്തരീക്ഷം
അതെ ശുദ്ധീകരിക്കപ്പെടുവാൻ പോകുകയാണ്. അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഓ, രണ്ട് കരങ്ങൾ ഉയർത്തി പറ, എൻ്റെ അന്തരീക്ഷം മാറട്ടെ. പറഞ്ഞാട്ടെ, എൻ്റെ അന്തരീക്ഷം മാറട്ടെ. ഒരിക്കൽ കൂടെ, ദേശത്തിൻ്റെ അന്തരീക്ഷം നീ നിമിത്തം മാറട്ടെ. നീയാണ് ഭൂമിയുടെ ഉപ്പ്, നീയാണ് ലോകത്തിൻ്റെ വെളിച്ചം. നീ നിമിത്തം അന്തരീക്ഷം മാറട്ടെ. ഇസ്രായേൽ ജനം, ഞാൻ പറയാറുണ്ട്, ഇസ്രായേൽ ജനം അഥവാ യഹൂദൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേമിൽ നിന്ന് ചിതറിപ്പോയി. അതോടെ അത് മുഴുവൻ, ആ ദേശം മുഴുവൻ ഊഷര മരുഭൂമിയായി തീർന്നു. പാലസ്റ്റൈൻ്റെ, ഫിലിസ്തീൻ്റെ നാട്, അത് മുഴുവൻ സ്തോത്രം ഊഷര മരുഭൂമിയായി. AD 70 തുടങ്ങി 1948 വരെ സൗദി അറേബ്യ പോലെ, ഖത്തർ പോലെ, സ്തോത്രം ദുബായിയുടെ കോഫർഖാൻ മരുഭൂമി പോലെ അതും ശുദ്ധ മരുഭൂമി തന്നെയായിരുന്നു. പച്ചിപ്പ് ഒത്തും ഇല്ലായ്മയായി, പച്ചിപ്പ് അല്പം പോലും ഇല്ല, പച്ചയായ അനുഭവങ്ങൾ കാണാൻ കഴിയത്തില്ല. അത് ശൂന്യമായ മരുഭൂമിയായി. വായ്, എന്തുകൊണ്ട് മരുഭൂമിയായി? അവർ ഇറങ്ങിപ്പോയപ്പോ അവിടുത്തെ അനുഗ്രഹം പോയി. യാക്കോബിന്റെ വീട്ടിൽ നിന്ന് ഒരു യോസെഫ് പോയപ്പോ അനുഗ്രഹം പോയത് പോലെ, സ്തോത്രം, നീ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ അനുഗ്രഹം പോകുന്നു. നേരെ മറിച്ച് നീ ഒരു ഓഫീസിൽ ചെന്ന് കയറുമ്പോ നീ നിമിത്തം ആ ഡിപ്പാർട്ട്മെന്റ് അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, എൻ്റെ തോളിൽ അനുഗ്രഹമുണ്ട്. ഞാൻ അനുഗ്രഹം ചുമക്കുന്നു. ഞാൻ പാരമ്പര്യം നുകമല്ല ചുമക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ചുമക്കുന്നു. എന്നാൽ 1948 എ നേഷൻ ബോൺ ഇൻ എ ഡേ, ഒറ്റ രാത്രി കൊണ്ട് ഒരു രാജ്യമുണ്ടാകുമോ? യെശയ്യാവ് ചോദിക്കുകയാണ്, ഒരു ദിവസം കൊണ്ട് ഒരു ജാതി ജനിക്കുമോ? ഒരു ദിവസം കൊണ്ട് ഒരു നേഷൻ, ഒരു രാജ്യമുണ്ടാകുമോ? അത് സംഭവിക്കുകയുണ്ടായി. 1948 ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ പാലസ്തീനിലേക്ക് കടന്നു വന്നത് നിമിത്തം, ഇസ്രായേൽ സ്റ്റേറ്റ് ഉണ്ടായത് നിമിത്തം അന്തരീക്ഷം മാറി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ചരിത്രം ഉള്ളതുപോലെ ഞാൻ പറയട്ടെ, 2000 വർഷത്തോളമായി നിന്നുപോയതായ മഴ ആ ദേശത്ത് മടങ്ങി വന്ന്, അനുഗ്രഹിക്കപ്പെട്ടവൻ വന്നാൽ മഴ അനുഗ്രഹമായി ചൊരിയും. മഞ്ഞുവീഴ്ചയും ഉണ്ടായി. കഴിഞ്ഞ ഡിസംബറിൽ, കഴിഞ്ഞ ജനുവരിയില് സ്തോത്രം, അത് ഇസ്രായേലിലും അതുപോലെ യെരൂശലേമിലും സ്നോഫോളിന്റെ പിക്ചേഴ്സും വീഡിയോയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ ഡിസംബറിൽ, കഴിഞ്ഞ ജനുവരിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുകയാണ്. ന്യൂയോർക്കിൽ മാത്രമല്ല, ടൊറോണ്ടോയിൽ മാത്രമല്ല, ദൈവത്തിന്റെ ജനമാകുന്ന യഹൂദൻ പാർക്കുന്നിടത്ത് മഞ്ഞുവീഴ്ചയുണ്ട്, മഴയുണ്ട്. എവിടെയാണോ ദൈവജനം ഉള്ളത് അവിടെ അന്തരീക്ഷം മാറുന്നു. ഇൻ ജീസസ് നെയിം. ദൈവജനമുള്ളത്. ഇവിടെ നിയമസഭയിൽ കുറച്ച് കൊച്ചാച്ചന്മാർ ഇലക്ഷന് കയറിയത് കൊണ്ടല്ല, പാർലമെന്റിൽ കുറച്ച് സ്തോത്രം ചേട്ടന്മാർ ഇരിക്കുന്നത് കൊണ്ടല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഹെവൻലി എംബസി ഭൂമിയിൽ വസിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ അംബാസഡർ ആകുന്നു നീ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് കൊണ്ട് അന്തരീക്ഷങ്ങൾ മാറുന്നു. ആ പഞ്ചായത്തിന്റെ അന്തരീക്ഷം മാറട്ടെ. ശബ്ദം ഉയർത്തി സ്തോത്രം പറ. ആ പഞ്ചായത്തിന്റെ അന്തരീക്ഷം മാറട്ടെ. ഹല്ലേലൂയ. ഇത് കണ്ടെയ്ൻമെന്റ് സോൺ അല്ല. ഹല്ലേലൂയ. ദിസ് ഈസ് എ ഫ്രീ സോൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ചലിക്കുന്ന സോൺ ആകട്ടെ. ഇത് ശാപത്തിന്റെ കേന്ദ്രങ്ങളല്ല, പകരം അനുഗ്രഹത്തിന്റെ കേന്ദ്രങ്ങളാകട്ടെ. കാരണം അവൻ സ്തോത്രം കാലങ്ങളെ മാറ്റുന്നവനായ ദൈവമാണ്. ദൈവത്തിൽ നിന്ന് ഒറ്റ വാക്ക് മതി തിരിച്ചറിവാൻ കഴിയാത്ത നിന്റെ ജീവിതം മാറാൻ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ സകല മേഖലകൾ ശൂന്യമായിരുന്നല്ലോ. എന്നാൽ ദൈവം പറഞ്ഞു, സ്തോത്രം, വൃക്ഷ ലതാദികൾ മുളച്ചു വരട്ടെ. വൃക്ഷ ലതാദികൾ മുളച്ചു വരട്ടെ. എന്നോട് പിള്ളേർ ചോദിക്കാറുണ്ട്, അങ്ങളെ ആദ്യം സ്തോത്രം, അതെ ചക്കയാണോ ഉണ്ടായത് ചക്കക്കുരുവാണോ ഉണ്ടായത്? പറ. ചക്കയാണോ ഉണ്ടായത് ചക്കക്കുരുവാണോ ഉണ്ടായത്? പറ. ചക്കയാണോ ഉണ്ടായത് ചക്കക്കുരുവാണോ ഉണ്ടായത്? ആദ്യം എന്താ ഉണ്ടായത്? സ്തോത്രം, ആപ്പിളാണോ ഉണ്ടായത് ആപ്പിളിന്റെ കുരുവാണോ ഉണ്ടായത്? രണ്ടുമല്ല ഉണ്ടായത്. ചക്കയല്ല ഉണ്ടായത്, ചക്കക്കുരു അല്ല ഉണ്ടായത്. ആദ്യം ഉണ്ടായത് പ്ലാവാണ് ഉണ്ടായത്. ആദ്യം ഉണ്ടായത് പ്ലാവാണ് ഉണ്ടായത്. റിയലി ആദ്യം ഉണ്ടായത് ചക്കയല്ല, ചക്കക്കുരുവല്ല, ആദ്യം ഉണ്ടായത് പ്ലാവെന്ന് എൻ്റെ ബൈബിൾ പറയുന്നു. കാരണം സൃഷ്ടികർത്താവ് എലോഹിം പറഞ്ഞു, ഓരോ വൃക്ഷങ്ങൾ, അത് തരത്തിലുള്ള ഫലമുണ്ടാക്കുന്ന വൃക്ഷങ്ങൾ, അത് തരത്തിലുള്ള ഫലമുണ്ടാക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷോപലക്ഷം ദശലക്ഷക്കണക്കിന് ചക്കക്കുരുവും ആയിരക്കണക്കിന് ചക്കയുമായിട്ടുള്ള പ്ലാവ് ഇതാ മുളച്ചു വരിക.
പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സകല പിതാവും മാതാവും കേൾക്കട്ടെ. നിന്റെ ഉള്ളിൽ ഒരു ഭയങ്കര അനുഗ്രഹമുണ്ട്. ചക്കയും ചക്കക്കുരുവും നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെ, പ്ലാവിന്റെ ഉള്ളിൽ ചക്കയും ചക്കക്കുരുവും ഇരിക്കുന്നത് പോലെ നിന്റെ ഉള്ളിൽ ഒത്തിരി അനുഗ്രഹമുണ്ട്. വരുന്ന തലമുറയ്ക്ക്, ഈ തലമുറയ്ക്ക്, വരുവാനുള്ള തലമുറയ്ക്ക്, ഈ തലമുറയ്ക്ക്, വരാനുള്ള തലമുറയ്ക്ക് ഒത്തിരി സ്തോത്രം ആത്മീയ അനുഗ്രഹങ്ങളുമായിട്ടാണ് നാം നടന്നുകൊണ്ട് ഇരിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹങ്ങൾ ചുമക്കുന്നവർ, വിശ്വസിക്കുന്നവർ കരങ്ങളി അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഈ കാലത്ത് ചുമ്മാ ജീവിച്ച് പിന്നത്തേതിൽ പട്ട് ഉണങ്ങിപ്പോകുക അല്ല. നിങ്ങൾക്ക് കായ്ക്കുവാനുണ്ട്, നിങ്ങൾക്ക് പൂക്കുവാനുണ്ട്. നീ പൂക്കുവാൻ പോകുന്നു, നീ കായ്ക്കുവാൻ പോകുന്നു, നീ ഫലം കായ്പാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ, നിങ്ങൾ പൂക്കുവാൻ പോകുന്നു, നിങ്ങൾ കായ്ക്കുവാൻ പോകുന്നു, നിങ്ങൾ ഫലം കായ്പാൻ പോകുന്നു. അബ്രഹാമിന്റെയും സാറയുടെ ദൈവം കുടുംബങ്ങൾ നോക്കി പറയുകയാണ്. ഇസഹാക്കിന്റെയും റബേക്കയുടെ ദൈവം ഇന്ന് പകൽ കുടുംബങ്ങൾ നോക്കി പറയുകയാണ്. സഖരിയാവിന്റെയും എലിസബത്തിന്റെ ദൈവം ഇന്ന് പകൽ കുടുംബങ്ങൾ നോക്കി പറയുകയാണ്. നിനക്ക് കായ്ക്കുവാനുണ്ട്, നിനക്ക് പൂക്കുവാനുണ്ട്. നിന്റെ ക്യാമ്പസിൽ ചെറിയൊരു വൃക്ഷത്തിന് പോലും പൂക്കാതിരിക്കാനും കായ്ക്കാതിരിക്കാനും കഴിയത്തില്ല. നിന്റെ തൊഴുത്തിൽ നിൽക്കുന്ന ഒരു മാടിനോ ആടിനോ പോലും പ്രസവിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിലെ കർത്താവ് ഈസ് ദ ഗോഡ് ഓഫ് ഫ്രൂട്ട്ഫുൾനെസ്. അവൻ ഫലഭൂയിഷ്ടിയുടെ ദൈവമാണ്, അവൻ ഫലപ്രാപ്തിയുടെ ദൈവമാണ്. നിന്റെ മിനിസ്ട്രിയിൽ ഫ്രൂട്ടുണ്ട്, നിന്റെ ശുശ്രൂഷയിൽ ഫ്രൂട്ടുണ്ട്, നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഫലമുണ്ട്, നിന്റെ സഭയിൽ ഫലമുണ്ട്, നിന്റെ ജീവിതത്തിൽ ഫലമുണ്ട്. അവൻ സീസൺസിന്റെ ദൈവം, അവൻ കാലങ്ങളുടെ ദൈവം. എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, അതെ, ഈ കാലങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ നല്ല കാലവുമുണ്ട്, അതേ സമയത്ത് കഷ്ടകാലവും ഉണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു, തലയ്ക്ക് മുകളിൽ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നല്ല, നാടകഗാനമല്ല ഞാൻ പറയുന്നത്. തലയ്ക്ക് മുകളിൽ ജ്യോതിർഗോളങ്ങളുണ്ട്. അവർ വെറുതെ നിൽക്കുകയല്ല, അവ കറങ്ങുകയാണ്. ജ്യോതിർഗോളങ്ങൾ കറങ്ങുകയാണ്. ഒരുപക്ഷേ ഇന്ന് രാവിലെയും വാരഫലം വായിച്ച ഏതോ സഹോദരൻ പറയായിരിക്കും, അതാണ് ഞാൻ വാരഫലം വായിച്ച് ഞാൻ നോക്കിയത്. സ്തോത്രം, അതേ, വാരഫലത്തിൽ ജ്യോതിർഗോളങ്ങൾ കറങ്ങുന്നതനുസരിച്ചാണ് എൻ്റെ ജീവിതം കുറേ കാലമായി കറങ്ങി നിൽക്കുന്നത്. വാരഫലം, സ്തോത്രം, ജ്യോതിർഗോളം, ജ്യോതിഷം, അവയിങ്ങനെ കറങ്ങിയാണ്. രാഹുവും കേതുവുമായി കൂട്ടിമുട്ടുകയാണ്. വ്യാഴവും ശനിയും തമ്മിൽ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞൊക്കെയാണ്. അതുകൊണ്ട് എനിക്കിത് ശനി ദശയാണ്. എന്നാൽ ഇയ്യോബ് 38, 31 മുതൽ 33, ഇയ്യോബ് 38. സ്തോത്രം, അതേ, തലയ്ക്ക് മുകളിൽ ജ്യോതിർഗോളങ്ങളുണ്ട്, അവ കറങ്ങുകയാണ്. ജ്യോതിർഗോളങ്ങൾ കഷ്ടകാലമാണ് ബ്രദറെ, ഒന്നും നടക്കത്തില്ല. ഇത് ശനി ദശയാണ്, ഇത് ചൊവ്വാ ദോഷമാണ്. സ്തോത്രം, ഇത് ശനി ദശയാണ്, ഇത് ചൊവ്വാ ദോഷമാണ്. അയ്യോ സ്തോത്രം. ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ഹൗസ് വാമിങ് സെറമണിക്ക് ഭവനപ്രതിഷ്ഠയ്ക്ക് പോലും പോകുമ്പോൾ പറയും, ചൊവ്വാഴ്ച വേണ്ട കേട്ടോ, ചൊവ്വാഴ്ച വേണ്ട. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ജോയ് പ്രവചിച്ചിരിക്കുന്നത്, ചൊവ്വാഴ്ച വേണ്ട കേട്ടോ. ഇനി വരുന്നെങ്കിൽ സ്തോത്രം, അതെ ബ്രദർ, 9:30 തന്നെ വരണം, 9:30 തന്നെ വരണം. 9:30 എന്താ 9:30? കാരണം 10 ഞാൻ നോക്കി, ഈ 9:30 വരണമെന്ന് പറയും. 10 കഴിയുമ്പോൾ മറ്റേ എന്തോ കാലമാണ്. എന്തോ കാലമാണ് മക്കളെ? എന്തോ കാലം? രാഹുകാലമാണ്. കാലം. വിശ്വാസികൾ, ദൈവമക്കള്, മറ്റുള്ളവരൊക്കെ പാവങ്ങൾ, അവർക്കറിയത്തില്ല. വിശ്വാസികൾ, കാരണം ഇവൻ കലണ്ടർ നോക്കിയും ഇവൻ ചന്ദ്രക്കല നോക്കിയും പരിപാടികൾ എഴുതുന്നത്. പെണ്ണിൻ്റെ കെട്ടാകട്ടെ, ചെറുക്കൻ്റെ കല്യാണമാകട്ടെ, സ്തോത്രം, അത് വീടിൻ്റെ പ്രതിഷ്ഠയാകട്ടെ, സകലതും കാലം നോക്കി, സമയം നോക്കിയാണ് സ്തോത്രം സകലതും ചെയ്യുന്നത്. രാഹുകാലം. അതിൻ്റെ അർത്ഥം അറിയോ? രാഹുകാലം, സ്തോത്രം, നന്മകളെ വിഴുങ്ങുന്ന പാമ്പ് വഴിയിൽ കിടക്കുന്നു. രാഹു വഴിയിൽ കിടക്കുന്നു. നന്മകളെ വിഴുങ്ങുന്ന പാമ്പ് വഴിയിൽ കിടക്കുന്നു. അതുകൊണ്ട് നന്മയുമായി ഞാനിങ്ങനെ പോകുമ്പോൾ സ്തോത്രം, അതേ, വഴിയിൽ നന്മകളെ വിഴുങ്ങുന്ന ഒരു പാമ്പ് വഴിയിൽ കിടക്കുന്നു. പരിഹാരം പറയട്ടെ, നന്മകളെ വിഴുങ്ങുന്ന പാമ്പ് വഴിയിൽ കിടക്കുന്നെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ തലയെ തകർത്തവൻ എനിക്ക് മുൻപായി കടന്നു പോകുന്നു.
ഹല്ലേലൂയ. നന്മകളെ വിഴുങ്ങുന്ന പാമ്പ് വടിയിൽ കിടക്കുന്നെങ്കിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, ആ പഴയ പാമ്പിന്റെ തലയെ തകർത്തവൻ നിനക്ക് മുമ്പായി കടന്നു പോകുന്നു. അതുകൊണ്ട് കലണ്ടർ അല്ല നിന്റെ കാലം നിർണയിക്കുന്നത്. സ്തോത്രം. ജ്യോതിഷമല്ല നിന്റെ കാലം നിർണയിക്കുന്നത്. കാലം ചെയ്യാത്തവനത്രേ നിന്റെ കാലം നിർണയിക്കുന്നത്. ഒരിക്കൽ കൂടെ, കാലം ചെയ്യാത്തവനാണ് കാലം നിർണയിക്കുന്നത്. സ്തോത്രം. അപ്പോ വേദപുസ്തകം അറിയുന്നതോ കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? യോബ് 38:31. അപ്പൊ കാർത്തികയ്ക്ക് എന്തുകൊണ്ട്? കാർത്തിക, ഞാൻ പറയുന്ന മണ്ണന്തലയിലെ കാർത്തിയാനിയുടെ കാര്യമല്ല. കാർത്തികയ്ക്ക് ചങ്ങല. സ്തോത്രം. കാർത്തികയ്ക്ക് ചങ്ങലയുണ്ട്, മകയിരത്തിന് ബന്ധനങ്ങളുമുണ്ട്. സ്തോത്രം. കാർത്തികയ്ക്ക് ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? കാർത്തികയ്ക്ക് ചങ്ങലയുണ്ട്, മകയിരത്തിന് ബന്ധനങ്ങളുമുണ്ട്. ഹേ, ജ്യോതിർഗോളങ്ങളുടെ ചങ്ങലകൾ. സ്തോത്രം. അതെ, ജ്യോതിർഗോളങ്ങളുടെ ബന്ധനങ്ങൾ. ഹല്ലേലൂയ. ദുഷ്ടശക്തികളുടെ ചങ്ങലകൾ, അവന്റെ ബന്ധനങ്ങൾ. എന്നാൽ യേശുവിന്റെ രക്തം നിന്റെ മേൽ വീണ് കടിയുമ്പോൾ അവന്റെ സകല നിർണയങ്ങളും എന്നേക്കുമായി തകർന്നു മാറുകയാണ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ പിന്നെ ഈ ജ്യോതിർഗോളങ്ങളല്ല നിന്റെ പരിപാടി നിർണയിക്കുന്നത്. കർത്താവാണ് നിന്റെ പരിപാടി നിർണയിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയും. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ജ്യോതിർഗോളം നിന്റെ ജാതകത്തിൽ എഴുതി കാണും. 17 നീ തോൽക്കും, 17ാമത്തെ വയസ്സിൽ തോൽക്കും. 19 നീ ഹോസ്പിറ്റൽ കയറും. 22 ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകും. 32 നിനക്ക് ക്യാൻസർ കടന്നു വരും. അതിനപ്പുറം നീ ശൂന്യമാണ്. സ്തോത്രം. കഷ്ടകാലമാണ്. നീ നന്മ പ്രാപിക്കത്തില്ല. നിന്റെ ജീവിതം സ്തോത്രം താഴേക്കാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം whom shall believe the report of the Lord? ആരാണ് ദൈവത്തിന്റെ റിപ്പോർട്ട് വിശ്വസിക്കുന്നത്? ആരാണ് ദൈവത്തിന്റെ റിപ്പോർട്ട് വിശ്വസിക്കുന്നത്? ദൈവത്തിന്റെ റിപ്പോർട്ട് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ ജാതകം എഴുതിയിരിക്കുന്നെങ്കിൽ, വാരഫലമുണ്ടെങ്കിൽ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി അതിനെ ചുട്ടുകളാ. കാരണം സ്തോത്രം, കാലങ്ങളുടെ ദൈവം പറയുന്നത് മാത്രമേ ഇനി മേലാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. സകല ദോഷങ്ങൾ ഇന്ന് പകൽക്കാലം തകർന്നു പോകട്ടെ. കാർത്തികയുടെ ചങ്ങല ഉടയട്ടെ. മകയിരത്തിന്റെ ബന്ധനങ്ങൾ ഉടഞ്ഞു പോകട്ടെ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ കാർത്തികയ്ക്ക് ചങ്ങലയുണ്ട്, പക്ഷേ അത് ഉടയുകയാണ്. മകയിരത്തിന് ബന്ധനമുണ്ട്. സ്തോത്രം. ആ നുകങ്ങൾ തകരുകയാണ്. ഇൻ ജീസസ് നെയിം. അടുത്തിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, ഇനി അത് നടക്കത്തില്ല. പറഞ്ഞാട്ടെ, ഇനി അത് നടക്കത്തില്ല. ആ ജാതകം എഴുതിയത് ഇനി നടക്കത്തില്ല. ആ കൈനോട്ടക്കാരൻ പറഞ്ഞത് ഇനി നടക്കത്തില്ല. ആ കൂട്ടിക്കിടന്ന തത്തമ്മ കൊത്തിയെടുത്ത് കൊടുത്തതായ ആ കാർഡ് നോക്കി പറഞ്ഞത് ഇനി നടക്കത്തില്ല. ആ റിപ്പോർട്ട് മുഴുവൻ ക്യാൻസലായി. അവൻ തോൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ നീ ജയിപ്പാൻ പോകുന്നു. അവൻ താഴുമെന്ന് പറഞ്ഞെങ്കിൽ നീ ഉയരുവാൻ പോകുന്നു. അവൻ ഞെരുങ്ങുമെന്ന് പറഞ്ഞെങ്കിൽ നീ വിശാലമാകുവാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു. നിന്റെ മുഖങ്ങൾ ഉടയുന്ന ശബ്ദം ഞാൻ കേൾക്കുകയാണ്. വാതിലുകൾ തുറക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുകയാണ്. വിടുതൽ കടന്നു വരുന്ന ശബ്ദം കേൾക്കുകയാണ്. ദയവായി മിണ്ടാതിരിക്കല്ലേ. Come on, ഇത് സ്പിരിച്വൽ വാർഫെയറിന്റെ സെഷൻ ആണ്. ഇൻ ജീസസ് നെയിം. വ്യർത്ഥ പാരമ്പര്യങ്ങളെ ആ മാറാലകളെ നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് അടിച്ചു മാറ്റുന്ന, വിടുതൽ നൽകുന്നതായ നല്ലൊരു ദിവസം അത്ര ഇത്. 2 കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്നാലും തിരുവചനം പറയുന്നു, അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായതിനേക്കാൾ, ഉൽപ്പത്തി 26, അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായതുപോലെ ഇസഹാക്കിന്റെ കാലത്തും ഒരു ക്ഷാമമുണ്ടായി. അപ്പന്റെ കാലത്ത് ഒരു തിന്മയുടെ സീസൺ ഉണ്ടായിരുന്നതുപോലെ മകന്റെ കാലത്തും ഒരു തിന്മയുടെ സീസൺ ഉണ്ടാകുകയാണ്. കേക്ക്. അപ്പന്റെ കാലത്ത് ഒരു തിന്മയുടെ സീസൺ ഉണ്ടായതുപോലെ സ്തോത്രം, മകന്റെ കാലത്ത് ഇസഹാക്കിന്റെ കാലത്തും എന്തുണ്ടാകുന്നു? ഒരു ക്ഷാമം ഉണ്ടാകുകയാണ്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ രോഗം വരികയാണ്. പിന്നെയും ആ ഓപ്പറേഷൻ വരികയാണ്. പിന്നെയും ആ നഷ്ടം വരികയാണ്. പിന്നെയും സ്തോത്രം, അതെ, പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയാണ്. പിന്നെയും ഒന്നിനു പിറകെ ഒന്നായി കടൽ തിരമാല കടന്നു വരുന്നത് പോലെ പിന്നെയും പ്രശ്നം വരികയാണ്. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായി. തിരുവചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, അബ്രഹാം തന്റെ വിശ്വാസ ജീവിതം
ആരംഭിച്ചു. അബ്രഹാം തന്റെ വിശ്വാസ ജീവിതം ആരംഭിച്ച് സ്തോത്രം ഇതാ കടന്നു പോകുമ്പോൾ അവൻ ഫെലിസ്തീയ ദേശത്ത് സ്തോത്രം ചെന്നെത്തി. എന്തുകൊണ്ടാണ് അവൻ ഫെലിസ്തീയ ദേശത്ത് പോയത്? ദൈവം പറഞ്ഞിട്ടാണ് അവൻ പോയത്? നോ, ദൈവം പറഞ്ഞിട്ടല്ല അവൻ മിസ്രൈമിൽ പോയത്. കാരണം തിരുവചനം പറയുന്നു, മിസ്രൈമിൽ ഒരിക്കലും നീ പോകരുത്, മിസ്രൈമിൽ നീ ഒരിക്കലും പോകരുത്. സ്തോത്രം, ഈജിപ്തിൽ നീ പോകരുത്. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസ ജീവിതം ഒരിക്കലും പിന്നോട്ട് നടക്കുന്നതല്ല, നിന്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നതാണ്. സ്തോത്രം. അതെ, ഞണ്ട് പിന്നോട്ട് നടക്കും, മത്സ്യം മുന്നോട്ട് നീന്തും. ഞണ്ട് പിന്നോട്ട് നടക്കും, മത്സ്യം മുന്നോട്ട് നീന്തും. ജീവനുള്ള മത്സ്യമാണെങ്കിൽ അത് മുന്നോട്ട് പോകും. ജീവനുള്ള വിശ്വാസിയാണെങ്കിൽ, ജീവനുള്ള പാസ്റ്ററാണെങ്കിൽ അവൻ എന്നും എപ്പോഴും മുന്നോട്ട് പോകും. യേശുവിൻ നാമത്തിൽ ഈ ദിവസത്തിൽ സ്തോത്രം, അതെ, ഒരു ബ്രേക്ക് ത്രൂ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തമ്പുരാൻ നിന്നെ നോക്കി പറയുന്നത്, നീ പിന്നോട്ടല്ല കടന്നു പോകേണ്ടത്, പകരം ഏത് സാഹചര്യത്തിലും ഏത് കാലത്തിലും കർത്താവിന്റെ കൃപയാൽ നീ കടന്നു പോകേണ്ടത് മുന്നോട്ടാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. ആവർത്തന പുസ്തകത്തിൽ തമ്പുരാൻ ഈ പ്രകാരം സ്തോത്രം, അതെ, രാജാക്കന്മാരെ കുറിച്ച് മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞു, മോശേ എന്റെ ജനത്തോട് വളരെ കൃത്യമായി പറ, ഒരു കാരണവശാലും സ്തോത്രം മിസ്രൈമിൽ കുതിരകളെ വാങ്ങുവാൻ അവർ മിസ്രൈമിലേക്ക് പോകരുത്, അവർ ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് പോകരുത്. സ്തോത്രം. തിരുവചനം പറയുന്നു, അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. ലോകത്തിന്റെ ബെസ്റ്റ് കുതിര സ്തോത്രം, അതെ, ഈജിപ്തിലാണ്, മിസ്രൈമിലാണ്. പക്ഷേ ആ ബെസ്റ്റ് കുതിര അവിടെ ഇരിക്കട്ടെ, ആ മിസ്രൈമിന്റെ ഒന്നും നിനക്ക് വേണ്ട. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, അയ്യോ കർത്താവേ, ആ ബെസ്റ്റ് എന്റെ ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേസ്റ്റ് ആകുമല്ല. എന്നാൽ നീ ജയിക്കുന്നത് ഈജിപ്തിന്റെ മിസ്രൈമിലെ കുതിരയെ കൊണ്ട് അല്ല, നീ ജയിക്കുന്നത് ഈജിപ്തിന്റെ കുതിര കൊണ്ട് അല്ല. ഉദാഹരണമായി ആഹാബ് തന്റെ രഥങ്ങളിൽ കെട്ടിയത് ഈജിപ്തിന്റെ മിസ്രൈമ്യ കുതിരകളെയാണ്. സ്തോത്രം. ആഹാബ് മാറി മാറി തന്റെ രഥങ്ങളിൽ കെട്ടുവാൻ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കുതിരകളെ കൊണ്ടുവന്നിരുന്നു. അത് ആഹാബിന്റെ കാലത്ത് തുടങ്ങിയതല്ല, ശലോമോന്റെ കാലത്തെ തുടങ്ങിയതാണ്. ശലോമോൻ നിയമങ്ങളെ കാറ്റിൽ പറത്തി കുതിരകളെ ഇമ്പോർട്ട് ചെയ്തു. ആഹാബിന്റെ കാലത്തും ബെസ്റ്റ് കുതിരകൾ ഈജിപ്തിൽ നിന്ന് ആ രഥങ്ങളിൽ സ്തോത്രം കെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറവാൻ ഉള്ളത്, സ്തോത്രം, ഈജിപ്തിന്റെ കുതിര കൊണ്ടല്ല നീ ജയിക്കുന്നത്, പകരം ദൈവത്തിന്റെ കൈ ഒരു ഏലിയാവിന്റെ മേൽ ഇറങ്ങി നിന്നപ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ മേൽ ഇറങ്ങി നിന്നപ്പോൾ ആഹാബിന്റെ ഈജിപ്ഷ്യൻ കുതിരകളെ തോൽപ്പിക്കുന്ന ഒരു റാപ്പിഡിറ്റി, ഒരു വേഗത 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 ഏലിയാവിന്റെ കാലുകളിൽ ദൈവം നൽകിയുണ്ടായി. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ യങ് ജനറേഷൻ നോക്കി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിനക്ക് നിന്റെ റാപ്പിഡിറ്റി വർദ്ധിക്കുകയാണ്, നിന്റെ വേഗത വർദ്ധിക്കുകയാണ്. ഓ റാപ്പിഡിറ്റി, വേഗത വർദ്ധിക്കുകയാണ്. വേറെ ആരോ നോക്കാൻ വയ്യെങ്കിൽ സ്വന്തം സ്തോത്രം കരത്തെ മാർബോട് ചേർത്ത് വെച്ച് പറ, എന്റെ സ്പീഡ് കൂടുന്നു, എന്റെ സ്പീഡ് കൂടുന്നു, എന്റെ സ്പീഡ് കൂടുന്നു. ആ സ്കൂൾ നിമിത്തം ഞാൻ ജയിച്ചു എന്നല്ല, ആ ടീച്ചർ നിമിത്തം ഞാൻ എത്തി എന്നല്ല, ആ പാസ്റ്റർ എന്നെ ഇവിടെ കൈപിടിച്ച് കയറ്റി എന്നല്ല, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടു കൊടുക്കത്തില്ല എന്നരുളി ചെയ്ത ദൈവ, നിങ്ങൾ കേട്ടില്ല, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടു കൊടുക്കത്തില്ല എന്നരുളി ചെയ്ത ദൈവത്തിന്റെ കൃപയാൽ സൈന്യമല്ല നിന്നെ ജയിപ്പിക്കുന്നത്, ശക്തിയല്ല നിന്നെ ജയിപ്പിക്കുന്നത്, പകരം ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിൽ വലിയ ഔന്നിത്യം ഉണ്ടായിരിക്കാം, പക്ഷെ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത്. എന്നാൽ യോബിന് സ്തോത്രം, അബ്രഹാമിന് സംഭവിച്ച അബദ്ധം എന്ന് പറയുന്നത് 12-ാം അധ്യായത്തിൽ തന്നെ ക്ഷാമം വന്നപ്പോൾ അവൻ സ്തോത്രം ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി. ചെറിയ പ്രശ്നം കണ്ടിട്ട് വലിയ പ്രശ്നത്തിലേക്കാണ് പിന്നോട്ട് പോകുന്നത്. പിന്നോട്ട് പോകുന്നവൻ പഴയ പാരമ്പര്യത്തിൽ പോയ പിന്മാറ്റക്കാരനെ കേൾക്കുന്നെങ്കിൽ പഴയ ലോകത്തിലേക്ക്, പഴയ ഭാവത്തിലേക്ക് ഞണ്ട് നടക്കുന്നത് പോലെ പിന്നോട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ പ്രശ്നത്തിൽ നിന്ന് വലിയ പ്രശ്നത്തിലേക്കാണ് നീ പോകുന്നത്. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന കൂട്ടായ്മയിൽ നിന്ന്, നിയോഗത്തിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക്, മഹാനഷ്ടത്തിലേക്കാണ് നീ പോകുന്നത്. തിരുവചനം പറയുന്നു, എലിമേലെക്കിന്റെ കുടുംബം നോക്ക്, ക്ഷാമം കണ്ടിട്ട് അവരും ഓടിപ്പോയവരാണ്, സാഹചര്യം കണ്ടവർ ഓടിപ്പോയവരാണ്. സ്തോത്രം,
സാഹചര്യം കണ്ടവർ ഓടിപ്പോയതാണ്. ഇന്ന് പകൽക്കാലം എഴുതിയിട്ട് കാണാതെ പഠിക്ക്. യുവർ സർക്കംസ്റ്റാൻസസ് ഇറ്റ്സ് നോട്ട് കൺക്ലൂഷൻ. സ്തോത്രം. അതെ, നിന്റെ സാഹചര്യം അത് സ്തോത്രം പെർമനന്റ് അല്ല. ഓ, നിന്റെ സർക്കംസ്റ്റാൻസസ് നിന്റെ കൺക്ലൂഷൻ അല്ല. ഇത് നിന്റെ കൺക്ലൂഷൻ അല്ല, ഇത് പെർമനന്റ് അല്ല. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് താൽക്കാലികമത്രേ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് താൽക്കാലികമത്രേ. ഈ അവസ്ഥയും ഈ പരിപാടിയും ഈ വാക്സിനേഷനും ഈ കേൾക്കുന്ന കാര്യങ്ങളും വായിക്കുന്ന കാര്യങ്ങളും ടി വിയിൽ കണ്ട കാര്യങ്ങളും താൽക്കാലികമത്രേ. കാരണം ഒരു കാറ്റടിക്കുന്നു, ഒരു കാറ്റടിക്കുമ്പോൾ കരിയിലകൾ പാറിപ്പോകുന്നത് പോലെ, എത്ര പേർ വിശ്വസിക്കുന്നു? കാറ്റടിക്കുമ്പോൾ കരിയിലകൾ പാറിപ്പോകുന്നത് പോലെ സാഹചര്യത്തെ സ്തോത്രം സാഹചര്യം മാറുവാൻ വേണ്ടി പോകുന്നു. നീ സാഹചര്യത്തിന് കീഴിലല്ല ജീവിക്കേണ്ടത്, സാഗരത്തെ ജയിച്ചാണ് ജീവിക്കേണ്ടത്. ക്ഷാമം കടന്നു വന്നപ്പോൾ അബ്രഹാം സ്തോത്രം ഈജിപ്തിലേക്ക് ഓടിപ്പോയി. ചെറുതിനെ കണ്ട്, സാഹചര്യം കണ്ട് അവൻ ഓടിപ്പോയി. ചെറുതിൽ നിന്നെ ഓടിപ്പിക്കുന്നുവെങ്കിൽ വലിയ കുരുക്കിലായിരിക്കും നീ ചെന്ന് വീഴുന്നത്. അവൻ ഈജിപ്തിൽ ചെന്ന് അവനൊരു ഹാഗറിനെ കിട്ടി, ഒരു വേലക്കാരിയെ കിട്ടി. ഈജിപ്തിൽ വെച്ച് സ്തോത്രം അബ്രഹാമിന് ഒരു ഹാഗറിനെ കിട്ടി. തിന്മയുടെ ഹാഗർ. മടി കൂടാതെ ഞാൻ പറയട്ടെ, തിന്മയുടെ ഒരു ഹാഗറിനെ കിട്ടി. പിന്നത്തേതിൽ സ്തോത്രം അതെ, അവളിൽ ഒരു ചൊറിയൻ മകനും ഉണ്ടായി. ഒരു ശല്യക്കാരൻ മകനും ഉണ്ടായി. യെസ്, ഹല്ലേലൂയ. ഇസഹാക്കിനെ ചൊറിയുന്ന ഒരു ഇഷ്മായിലും ഉണ്ടായി. സ്തോത്രം ശല്യക്കാരനും ഉണ്ടായി. അന്ന് അബ്രഹാം സ്തോത്രം കാട്ടിക്കൂട്ടിയ ഒരു ദിവസത്തെ സ്തോത്രം അതെ മിസ്റ്റേക്കാണ്. ഒരു ദിവസത്തെ ആ മിസ്റ്റേക്ക്, അങ്ങനെ ഒരു ബ്ലാക്ക് സ്പോട്ട് അവൻ്റെ ലൈഫിൽ ഉണ്ടാകാതിരുന്നെങ്കിൽ, എൻ്റെ തമ്പുരാനെ ഞാൻ ആഗ്രഹിക്കുക, അങ്ങനെ ഒരു അബദ്ധം പിന്നിലേക്ക് പോകുന്നത് അബ്രഹാമിന് ഉണ്ടാകാതിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ജനം എത്ര ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. സ്തോത്രം നൈറോബിയിൽ ആ ബോംബ് സ്ഫോടനം സ്തോത്രം ഉണ്ടാകത്തില്ലായിരുന്നു. ബാരിയിൽ ആ എക്സ്പ്ലോഷൻ ഉണ്ടാകത്തില്ലായിരുന്നു. 2001 വേൾഡ് ട്രേഡ് സെന്ററിൽ 2 വിമാനങ്ങൾ ഇടിച്ചു കയറി 3000-ലധികം അമേരിക്കക്കാർ മരിക്കത്തില്ലായിരുന്നു. ലോകം മുഴുവൻ തീവ്രവാദി ഭീഷണിയിലാണ്. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഈ സമയത്ത് മനുഷ്യ ബോംബുകൾ പോലെ ശരീരത്തിൽ ബോംബുകളും വച്ചുകെട്ടി തീവ്രവാദികൾ ഗാസ മുനമ്പിനും എൻ്റെ പ്രാന്തപ്രദേശത്ത് നടക്കുന്നു. സ്തോത്രം തീവ്രവാദി ഭീഷണിയിൽ സ്തോത്രം ലോകം മുഴുവനായിരിക്കുന്നു. കാശ്മീർ താഴ്വര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്തോത്രം ഭീഷണിക്ക് മീതെ ഭീഷണി ഉണ്ടാകുന്ന കാരണം ഒരു പിതാവ് പിന്നിലേക്ക് പോയതാണ്. ഇന്ന് പകൽക്കാലം പിന്നിലേക്ക് പോകുന്ന മാതാവുണ്ടെങ്കിൽ, പിന്നിലേക്ക് പോകുന്ന പിതാവുണ്ടെങ്കിൽ, നിനക്കൊറ്റ ഗിയറേ ഉള്ളൂ, നിനക്ക് പല ഗിയറില്ല. സ്തോത്രം, നിനക്കൊറ്റ ഗിയറേ ഉള്ളൂ. അത് എല്ലാ സാഹചര്യത്തിലും എന്നും എപ്പോഴും നിന്നെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, എനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. പറ സ്തോത്രം, എനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. നാട്ടുകാർ എന്നെ മുഴുവൻ കാളവണ്ടി എന്ന് വിളിക്കട്ടെ. വേണ്ട, എന്തിനിത്ര ബഹളം ഉണ്ടാക്കുന്നു, എന്തിനിത്ര പ്രാർത്ഥിക്കുന്നു, എന്തിന് ഇങ്ങനെ സ്നാനപ്പെടുന്നു, എന്തിനിങ്ങനെ സ്തോത്രം നെഞ്ച് കലങ്ങത്ത ക്രമത്തിൽ കിടന്ന് വിളിക്കുന്നു. അവർ കാളവണ്ടി എന്ന് വിളിക്കട്ടെ. തമിഴ്നാട്ടിൽ പറയുന്നതനുസരിച്ച് മാട്ടവണ്ടി എന്ന് വിളിക്കട്ടെ. എന്നാൽ സ്തോത്രം, നീ എന്നെ കാളവണ്ടി എന്ന് വിളിച്ചു, പക്ഷെ എനിക്ക് ഒറ്റ ഗിയറേ ഉള്ളൂ, ഞാൻ മുന്നോട്ടേ പോകത്തുള്ളൂ. കാളവണ്ടി പിന്നോട്ട് പോകുന്നത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാട്ടെ. നോ വേ, കാളവണ്ടി മുന്നോട്ടേ പോകത്തുള്ളൂ. ഞാൻ വന്ന കാർ വേണമെങ്കിൽ പിന്നോട്ട് പോകും, ഞാൻ കയറിയ ബസ് വേണമെങ്കിൽ പിന്നോട്ട് പോകും, പക്ഷെ എൻ്റെ വിശ്വാസ ജീവിതത്തിന് ഒരിക്കലും പിന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. ഈ സാഹചര്യത്തിലും പ്രാർത്ഥനയിൽ മുന്നേറട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കേൾക്കുന്നില്ലല്ലോ. പ്രാർത്ഥനയിൽ മുന്നേറട്ടെ, വിശ്വാസത്തിൽ മുന്നേറട്ടെ, വചനം പറഞ്ഞ് മുന്നേറട്ടെ. ഒരിക്കലും നിന്നെ ഈജിപ്തിലേക്ക് പോകരുത്. ക്ഷാമം കണ്ടിട്ട് അവൻ ഈജിപ്തിൽ പോയി. ഹാഗറിനെ കിട്ടി, ഇസ്മായിലും ഉണ്ടായി. അത് കഴിഞ്ഞ തലമുറയുടെ അബദ്ധമത്രേ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, അപ്പന്മാർ, അപ്പച്ചന്മാർ അബദ്ധങ്ങൾ കാട്ടിയെങ്കിൽ ആ അബദ്ധങ്ങൾ ആവർത്തിക്കല്ല. കാരണം പിന്നെയും ക്ഷാമം കടന്നു വരും. സ്തോത്രം, അപ്പൻ കണ്ടതും അമ്മ കണ്ടതും പൂർവികർ കണ്ടതുമായ അതേ പ്രശ്നം തന്നെ നിന്റെ ജീവിതത്തിന്റെ അതേ ജംഗ്ഷനിൽ നിന്നെ കത്ത് വീണ്ടും വരിക. അതേ 42-ാമത്തെ വയസ്സിൽ ആ അപ്പന് ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതുപോലെ നിനക്കും 42 ആകുമ്പോൾ ആ ഭൂതം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സ്തോത്രം, ആ ശാപം അതേ 38-ാം വയസ്സിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിന്റെ 55-ൽ അതേ ഹാർട്ട് അറ്റാക്ക് കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന്
ഇന്ന് പകൽക്കാലം എനിക്ക് കർത്താവ് നൽകിയ ദൂത് ഇതാണ്. പോയി എൻ്റെ മക്കളോട് പറ, പോയി എൻ്റെ മക്കളോട് പറ, പോയി എൻ്റെ മക്കളോട് പറ, പുതിയൊരു സീസണിന്റെ മണിനാദമായി ഈ ദൂതിനെ ഞാനിതാ തീർക്കുവാൻ പോകുകയാണ്. പുതിയൊരു സീസണിൻ്റെ മണിനാഥമായി. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബം വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരെ കൊണ്ടുവന്നതായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി. ഇന്ന് നമ്മൾ കോളേജിലായിരിക്കണം. സ്തോത്രം. 1.5 വയസ്സ് പ്രായമുള്ളതായ കുട്ടി. അപ്പോൾ ഈ ഒരു 11 മണിയായപ്പോഴേക്കും അവിടെ ഇരുന്നതായ ക്ലോക്ക്, എന്തോ കുക്കു ബേർഡിൻ്റെ ക്ലോക്ക് കൊക്കോ കൊക്കോ എന്ന് പറഞ്ഞിങ്ങനെ ശബ്ദിച്ചപ്പോൾ 1.5 വയസ്സുകാരി ഞെട്ടി. അവളിങ്ങനെ നോക്കി, അവൾ ചിരിച്ച്. അവൾ അമ്മ ചിരിക്കത്തില്ല, പക്ഷെ ആ കുട്ടി ഭയങ്കരമായിട്ട് ചിരിച്ചു. അവൾ അപ്പം ചിരിക്കുന്നതിനേക്കാൾ ഭയങ്കരമായി 70 mm ചിരിച്ചു. കാരണം കുട്ടി ആ ശബ്ദം കേട്ടിട്ടില്ല. 11 മണിയായപ്പോൾ കുട്ടി അത് കണ്ട് അമ്മ പറഞ്ഞു, മോളെ സ്തോത്രം, അതെ മോൾ ഉറങ്ങിക്കോ, ഇനി അത് 12 മണിക്ക് ആ ശബ്ദം കേൾക്കത്തുള്ളൂ. അടുത്തൊരു മണിക്കൂർ കയറുമ്പോൾ വീണ്ടും ശബ്ദം കേൾക്കുകയാണ്. ഇന്ന് പകൽക്കാലം കുക്കുബേഡിന്റെ ശബ്ദം പോലെ ഒരു പ്രവചന ദൂത് ഒരു പുതിയ മണിക്കൂറിലേക്ക്, പുതിയ അധ്യായത്തിലേക്ക്, പുതിയ തലത്തിലേക്ക്, പുതിയ സീസണിലേക്ക് ഈ ദൂതിനെ ദൈവം മാറ്റുകയാണ്. ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, നടന്നിട്ടില്ലാത്ത പുതിയ പാതകൾ, പുതിയ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. ഈ പ്രശ്നം നീ സ്തോത്രം അതെ കണ്ട് ജീവിച്ചത് മതി. ഈ പർവ്വതം ചുറ്റിയത് മതി. സ്തോത്രം. വീണ്ടും ഒരേ പ്രശ്നം ആവർത്തിക്കുകയാണ്. വീട്ടിൽ ഒരേ കാര്യം ആവർത്തിക്കുകയാണ്. വീണ്ടും ഒരേ പരാജയം ആവർത്തിക്കുകയാണ്. വീണ്ടും നഷ്ടങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പന്റെ കാലത്ത് നടന്നത്, അപ്പൂപ്പന്റെ കാലത്ത് നടന്നത്, അമ്മച്ചിയുടെ കാലത്ത് നടന്നത്, അമ്മയുടെ കാലത്ത് നടന്നത്. അവർ മരിച്ചു, പക്ഷെ അവർ മരിച്ചിട്ടും ആ ഭൂതം ചത്തിട്ടില്ല. അവർ മരിച്ചു, പക്ഷെ അവിടെ ഭൂതം ചത്തിട്ടില്ല. അബ്രഹാം മരിച്ചിട്ടും ആ ക്ഷാമ പിശാച് സ്തോത്രം അത് മരിച്ചിട്ടില്ല. ഇസ്ഹാക്കിന്റെ കാലത്തും അവർ ആവർത്തിച്ചു. സ്തോത്രം. പൂർവികർ മരിച്ചു, പക്ഷേ സ്തോത്രം ആ ശാപങ്ങൾ, ആ സ്തോത്രം വ്യർത്ഥ പാരമ്പര്യത്തിന്റെ ശക്തികൾ മരിച്ചിട്ടില്ല. ആ പ്രശ്നങ്ങൾ മരിച്ചിട്ടില്ല. എന്നാൽ കേൾക്ക് എനിക്ക് പറയാനുള്ളതായ ദൈവത്തിന്റെ ദൂത് ആ വ്യർത്ഥ പാരമ്പര്യങ്ങളാകട്ടെ, ആ തിന്മകളാകട്ടെ, ആ സ്തോത്രം നഷ്ടങ്ങളാകട്ടെ, ആ സാമ്പത്തികമായ തകർച്ചകളാകട്ടെ, അത് ചാകാതെ കാത്തിരിക്കുന്നെങ്കിലും വാഴ്ചകളെ, അധികാരങ്ങളെ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയെ, സ്വർലോകങ്ങളെ, ദുഷ്ടാത്മ സൈന്യമേ, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. അബ്രഹാം കാര്യം ചെയ്തത്, സ്തോത്രം കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ടു. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പരാജയപ്പെടല്ല. കഴിഞ്ഞ തലമുറ പരാജയപ്പെട്ട് കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ടുവെങ്കിൽ, ഒരിക്കൽ കൂടെ, കഴിഞ്ഞ തലമുറ കൈകാര്യം ചെയ്തതിൽ പരാജയപ്പെട്ടു എങ്കിൽ അവരുടെ അബദ്ധങ്ങൾ ആവർത്തിക്കല്ല്. എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, അവരുടെ അബദ്ധം ആവർത്തിക്കല്ല്. കഴിഞ്ഞ തലമുറയിൽ സ്തോത്രം ഈ റോഡിൽ ഇറങ്ങുമ്പോൾ മിക്കവാറും കാണുന്നത് അംബാസഡർ കാറും മാക്സിമം ഫിയറ്റ് കാറുമായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇന്നലത്തെ കഴിഞ്ഞ തലമുറ കാണുന്നത് അംബാസഡറും ഫിയറ്റുമായിരുന്നു. ഫിയറ്റ് സ്തോത്രം പോകുമ്പോൾ തിരിഞ്ഞു നോക്കി ഇങ്ങനെ ചിന്തിച്ചിരുന്നു, വലുതാകുമ്പോൾ ഏറ്റവും വലിയ സ്വപ്നമാണ് അതേ ഒരു ഫിയറ്റ് കാറ് വാങ്ങണം, ഒരു ഫിയറ്റ് കാറ് വാങ്ങണം. ആ തലമുറയിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അംബാസഡറും ഫിയറ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ, അടുത്ത തലമുറ വന്നപ്പോൾ എന്നാ കുറവാ ഉള്ളത്? റോൾസ് റോയ്സ് വരെ നമ്മുടെ റോഡിൽ ഓടുകയാണ്. അർത്ഥം, ദേശത്തിന് പുരോഗമനമുണ്ടെങ്കിൽ നിനക്കും പുരോഗമനം നൽകുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വീടിന് പുരോഗമനം നൽകുന്ന ദൈവമുണ്ട്. നിന്റെ പിതാക്കന്മാർ, നിന്റെ മാതാക്കൾ കണ്ടിട്ടില്ലാത്ത നന്മയുടെ കലവറ ദൈവം നിനക്കായി ഈ ദിവസങ്ങളിൽ തുറന്ന് നൽകട്ടെ. സ്തോത്രം. ഇസഹാക്കിന്റെ കാലത്ത് ആ ക്ഷാമം വീണ്ടും ഇത് ആവർത്തിച്ചു. സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് വളരെ കൃത്യമായി പറയാനുള്ളത് 3 അധ്യായം ഇന്ന് രാത്രി സ്തോത്രം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കുന്നെങ്കിൽ നന്നായിരുന്നു. ഉൽപ്പത്തി 12, ഉൽപ്പത്തി 20, ഉൽപ്പത്തി 26, ഉൽപ്പത്തി 12, ഉൽപ്പത്തി 20, ഉൽപ്പത്തി 26, ഉൽപ്പത്തി 12, ഉൽപ്പത്തി 20, ഉൽപ്പത്തി 26. ഈ 3 അധ്യായങ്ങളിൽ ഒരേ ഡ്രാമ, ഒരേ കാര്യം ആവർത്തിച്ച്
കടന്നു വരുന്ന ഒരേ കാര്യം മൂന്ന് അധ്യായങ്ങളിൽ ആവർത്തിച്ചു വരുന്നു. ഒരേ കാര്യം 3 അധ്യായങ്ങളിൽ ആവർത്തിക്കുന്നു. ഒരേ നാടകം തന്നെ 3 സ്ഥലത്ത് അഭിനയിക്കുന്നത് പോലെ, ഒരേ പ്രസംഗം തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകൾ മാറി മാറി പറയുന്നത് പോലെ, വിമൻ സെന്ററിൽ പണ്ട് പ്രസംഗിച്ചു, ഇപ്പോൾ ഇവിടെയും പ്രസംഗിക്കുന്നത് പോലെ കേൾക്കണമേ, ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നു. പല ജീവിതങ്ങളിൽ ഒരേ കാര്യം ആവർത്തിക്കുന്നു. പക്ഷേ അഭിനേതാക്കൾ മാത്രം വ്യത്യാസമാണ്. ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 12 നോക്കുമ്പോൾ നായകൻ അബ്രഹാമാണ്, നായിക സാറായാണ്, വില്ലൻ ഫറവോനാണ്. ഒരിക്കൽ കൂടെ ഉൽപ്പത്തി 12 നായകൻ അബ്രഹാമാണ്, നായിക സാറയാണ്, വില്ലൻ സ്തോത്രം ഫറവോനാണ്. ഉൽപ്പത്തി 20 വരുമ്പോൾ നായകൻ അബ്രഹാം തന്നെ സ്തോത്രം, നായിക സാറയും തന്നെ, വില്ലൻ അബിമേലെക്കാണ്. സ്തോത്രം, വില്ലൻ അബിമേലെക്കാണ്. എന്നാൽ അടുത്ത തലമുറ വന്നപ്പോൾ സെയിം സ്റ്റോറി ആവർത്തിക്കുന്നു. നായകൻ ഇസഹാക്കാണ്, 26 അധ്യായത്തിൽ നായകൻ ഇസഹാക്കാണ്, നായിക റബേക്കയാണ്, വില്ലൻ പഴയ അബിമേലെക്കാണ്. 12 അധ്യായം 20 അധ്യായം അബ്രഹാമിന് ആവർത്തിച്ചു. സ്തോത്രം, അതെ. 26 അധ്യായത്തിൽ ഇസഹാക്കിന് സെയിം പോരാട്ടം ആവർത്തിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, അതെ, പലതും ആവർത്തിക്കാൻ, പലതും നിന്റെ മേൽ ചാടി വീഴാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുരങ്ങന്മാർ അതേ മരത്തിൽ ഇങ്ങനെ പതിയിരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ യാത്രകളുടെ മറവുകളിൽ, തിരിവുകളിൽ, വളവുകളിൽ, തിരിവുകളിൽ നിന്റെ അപ്പനുണ്ടായത്, നിന്റെ പൂർവികർക്കുണ്ടായത് നിന്റെ മേലും ചാടുവാൻ കാത്തിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്റെ തമ്പുരാൻ പറയുന്നത്, നിനക്ക് മുൻപായി കടന്നുപോയി ആ കുഴി ബോംബുകളെ, എന്തോ ഡൈനമൈറ്റിനെ സ്തോത്രമതെ ഞാൻ നിർവീര്യമാക്കുന്നത് പോലെ നിനക്ക് മുൻപായി കടന്നുപോയി ഇരുമ്പോടാമ്പലുകളെ ഞാൻ തകർക്കാൻ, താമ്രഭിത്തികളെ ഞാൻ ഉടച്ചു കളയ്. 2 കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. ഈ ജൂൺ മാസം 6-ാം തീയതി മുതൽ യേശുവിന്റെ നാമത്തിൽ, അത് ഡയബറ്റിക്കിന്റെ ആകട്ടെ, അത് ക്യാൻസറിന്റെ ആകട്ടെ, അത് കീമോതെറാപ്പിയോ ആകട്ടെ, അത് ഓപ്പറേഷൻ ആകട്ടെ, അത് നഷ്ടങ്ങളാകട്ടെ, ഉലച്ചിലുകളാകട്ടെ, കഴിഞ്ഞ നിന്റെ തലമുറയെ, അത് എത്ര വലിയ ശാപത്തിന്റെ വീടാണെങ്കിലും, എത്ര വലിയ തന്ത്രത്തിന്റെ വീടാണെങ്കിലും, സ്തോത്രം, അതെ, എത്ര വലിയ പാരമ്പര്യം നുകത്തിൻ കീഴിൽ കഷ്ടപ്പെടുന്നതാണെങ്കിലും, ഹോപ്പ്ലെസ് കണ്ടീഷനിൽ നീ ജനിച്ചു വളർത്തപ്പെട്ടവനെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. നിന്റെ പൂർവികർക്ക് വന്നതായ തിന്മ നിന്നെ തൊടുകയില്ല. മധ്യായുസ്സിൽ വെച്ച് നിന്റെ അപ്പന്മാർ തട്ടിപ്പോയെങ്കിൽ, മധ്യായുസ്സിൽ വെച്ച് നിന്റെ അമ്മമാർ ചുരുണ്ടുപോയെങ്കിൽ, അവരെ ചുരുട്ടിയതുപോലെ, അവരെ തകർത്തതുപോലെ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. I sense the presence of God today. കാരണം യേശുവിൻ്റെ രക്തം നിന്റെ മേലുണ്ട്. വല്ലവരെയും തൊടല്ല, സ്വന്തം തലമേൽ കൈവച്ച് പറ, യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ മാറുകയില്ല. I stay right under the blood. I stay right under the blood. വായു തുറന്ന് പറ, വായു തുറന്ന് പറ, യേശുവിൻ്റെ രക്തത്തിനായി സ്തോത്രം, യേശുവിൻ്റെ രക്തത്തിനായി സ്തോത്രം, യേശുവിൻ്റെ രക്തത്തിനായി സ്തോത്രം. പോരാ പോരാ പോരാ, വായു തുറന്ന്, യേശുവിൻ്റെ രക്തത്തിനായി സ്തോത്രം. ആ ഹാർട്ട് അറ്റാക്ക് ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ആ ക്യാൻസറിന്റെ ബീജങ്ങൾ ഇപ്പോഴേ എരിഞ്ഞു പോകട്ടെ. Catch fire in Jesus name. Catch fire in Jesus name. Catch fire in Jesus name. ഒരു ദിവസം സ്കാൻ ചെയ്യുമ്പോഴല്ല ഡോക്ടർ പറയേണ്ടത് ഏതാണ്ട് വളരുന്നു, ഏതാണ്ട് ഉണ്ടാകുന്നു. നോ 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 നോ. അഗ്നി ജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവം, ലോകത്തിലെ സകല സ്കാനിംഗ് മെഷീൻ ചീത്തയായാലും ചീത്തയാകാത്തവനായ ദൈവം, ജീവിക്കുന്നവനായ ദൈവം, അവൻ ഇന്ന് മാത്രമല്ല നാളെയും കാണുന്നവനായ ദൈവം. അവൻ നിന്റെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്നു. അവൻ നിന്റെ പർവ്വതങ്ങളെ സമനിലമാക്കുന്നു. നിന്റെ താഴ്വരകൾ നികന്നു വരുന്നു. In Jesus name, smooth way in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചാർപ്പിട്ട് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർവികർക്ക് വന്നത് തന്നെ സ്തോത്രം ഇസഹാക്കിനും ഇതാ കടന്നു വന്നിരിക്കുന്നു. എന്നാൽ പഴയ അംബാസഡർ മോഡലിലല്ല ഇസഹാക്ക് ഇതിന് കൈകാര്യം ചെയ്തത്. പഴയ ഫിയറ്റ് മോഡലിലല്ല സ്തോത്രം ഇസഹാക്ക് ഇതിനെ
കൈകാര്യം ചെയ്തത്. സ്തോത്രം. തോളത്ത് കൈവച്ച് പറഞ്ഞാട്ടെ, ഞാൻ നന്നായേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പറ, ഞാൻ നന്നായേ പറ്റത്തുള്ളൂ, ഞാൻ നന്നായേ പറ്റത്തുള്ളൂ. നിൻ്റെ അമ്മ പ്രാർത്ഥനക്കാരിയായിരിക്കാം, അവനേക്കാൾ ബെറ്ററായി നീ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. നിൻ്റെ അപ്പൻ നല്ല വിശ്വാസിയായിരിക്കാം, അവനേക്കാൾ നന്നായി നീ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നിൻ്റെ അപ്പൻ സുവിശേഷ വേലക്കാരനായിരിക്കാം, അവനേക്കാൾ കൂടുതലായി നീ പ്രയോജനപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം നീയും നിൻ്റെ പഴയ ഈജിപ്തിലേക്ക് പിന്നോട്ട് നടക്കുന്ന ഞണ്ടല്ല, നീ സാൽമൺ മത്സ്യത്തെ പോലെ മുന്നോട്ട് നീന്തുന്നവനാണ്. സാൽമൺ 15,000 കിലോമീറ്റർ വരെ ഒരു സാൽമൺ ഒഴുക്കിനെതിരെ നീന്തി അത് വംശനാശം വരാതെ നിലനിർത്തുന്നത് പോലെ 15,000 കിലോമീറ്റർ ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലെ ഈ അഭിഷേകം ഇതോടെ തീർന്നു പോകല്ല, ഈ കൃപാവരം ഇതോടെ തീർന്നു പോകല്ല, ഈ ശുശ്രൂഷ ഇതോടെ തീർന്നു പോകല്ല, ഈ ഇവാഞ്ചലിസം ഇതോടെ തീർന്നു പോകല്ല, ഈ ചർച്ച് ഗ്രോത്ത് ഇതോടെ തീർന്നു പോകല്ല. ഒഴുക്കിനെതിരെ നീന്തുന്ന ദൈവദാസന്മാർ കേൾക്കട്ടെ, ഇത് നിനക്ക് പെയിനാണ്, പക്ഷെ ജനിച്ചതും ജനിപ്പാൻ ഇരിക്കുന്ന തലമുറയ്ക്ക് അത് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് വേണ്ടിയില്ല. ഹല്ലേലൂയ. ഇത് നിനക്ക് പെയിനാണ്, നിനക്ക് സ്ട്രെസ്സും സ്ട്രെയിനാണ്, പക്ഷെ നീ കണ്ട തലമുറ മാത്രമല്ല, നീ കാണാനിരിക്കുന്ന തലമുറയ്ക്ക്, നിന്റെ ചുറ്റും ജനിച്ചിരിക്കുന്ന തലമുറയ്ക്ക് മാത്രമല്ല, നിന്റെ വീട്ടിൽ ജനിപ്പാനിരിക്കുന്ന തലമുറയ്ക്ക് നീ ഒരു അനുഗ്രഹമാണ്. അതിനുവേണ്ടി നീ നന്നായേ പറ്റത്തുള്ളൂ. ഒരിക്കൽ കൂടെ മറ്റേ തോളിൽ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ നന്നായേ പറ്റത്തുള്ളൂ, ഞാൻ നന്നായേ പറ്റത്തുള്ളൂ. ഇക്കാര്യത്തിൽ അബ്രഹാമിനേക്കാൾ ഒത്തിരി ബെറ്ററായിരുന്നു ഇസഹാക്ക്. ഇന്ന് പകൽക്കാലം സ്തോത്രം. അതേ യേശുവിനെ നോക്കി എന്നെ നോക്കി ഞാൻ പറയട്ടെ, നമുക്ക് നല്ലൊരു പാപ്പയുണ്ട്, നമുക്കൊരു നല്ല മമ്മിയുണ്ട്, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അവരെക്കാൾ ബെറ്ററായി ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ജോയ് ബ്രദർമാരെ നോക്കി പറയട്ടെ, നിന്റെ അപ്പന്മാരെക്കാൾ നിന്റെ അമ്മമാരെക്കാൾ നീ നന്നായി ജീവിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ വെബ് സ്ട്രീം കാണുന്ന എല്ലാവരും ചുറ്റുമിരിക്കുന്നവർ തൊട്ട് പറ, മാതാപിതാക്കളെക്കാൾ നിങ്ങൾ നന്നായേ പറ്റത്തുള്ളൂ. ഞാൻ അവരോട് സംസാരിക്കട്ടെ. സ്തോത്രം. അതേ രൂപേനെ, നിന്റെ പാരൻസിനേക്കാൾ നീ നന്നായേ പറ്റത്തുള്ളൂ. അപ്പിയെ, നിനക്ക് നല്ല പാരൻസ് ഉണ്ട്, അവരെക്കാൾ നീ നന്നായേ പറ്റത്തുള്ളൂ. ജോൺ ബോസ്കോ, നിന്റെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന പാരൻസിനേക്കാൾ നീ നന്നായേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഇത് അധോഗതിയുടെ തലമുറയോടല്ല ഞാൻ സംസാരിക്കുന്നത്, ഇത് പുരോഗതിയുടെ തലമുറയോടാണ് ഞാൻ സംസാരിക്കുന്നത്. പുരോഗതിയുടെ തലമുറ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്. യേശുവിന്റെ നാമത്തിൽ ആ ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന സകല കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ, പൊളിയട്ടെ. നിന്റെ അപ്പൻ നേടിയതിനേക്കാൾ നീ നേടുവാൻ പോകുന്നു, നിന്റെ അപ്പൻ പണിതതിനേക്കാൾ നീ പണിവാൻ പോകുന്നു, നിന്റെ അമ്മ പ്രാപിച്ചതിനേക്കാൾ നീ പ്രാപിപ്പാൻ പോകുന്നു, നിന്റെ പൂർവികർ ഉണ്ടാക്കിയതിനേക്കാൾ നീ നേടുവാൻ വേണ്ടി പോകുന്നു യേശുവിന്റെ നാമത്തിൽ. അതിനായി ദൈവത്തിന്റെ കൃപയാൽ നിന്റെ സീസൺ ദൈവം മാറ്റുകയാണ്, നിന്റെ സീസൺ ദൈവം മാറ്റുകയാണ്, നിന്റെ സീസൺ പുതിയൊരു സീസൺ. നിങ്ങൾ ചോദിക്കും, ഇസഹാക്ക് എങ്ങനെയാണ് അത് ബെറ്റർമെന്റ് ആയി ചെയ്തത്? ഏത് പുസ്തകം പറയുന്നു? 26-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ, ദേശത്ത് മുഴുവൻ ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ദൈവത്തിന് തോന്നി, അവൻ്റെ അപ്പൻ സ്തോത്രം അതേ ഈജിപ്തിലേക്ക് ഓടിപ്പോയാണ് ഒരു തീവ്രവാദി തലമുറ എഴുന്നേറ്റത്. അവൻ്റെ അപ്പൻ ഓടിപ്പോയാണ് തീവ്രവാദി തലമുറ ഈ എഴുന്നേറ്റത്. എന്നാൽ അപ്പനുണ്ടായ തിന്മ അവനുണ്ടാകല്ല. ഇന്ന് പകൽക്കാലം സ്തോത്രം അതേ ഇസഹാക്കിനെ കുറിച്ച് നോക്കുമ്പോൾ തിരുവചനം പറയുന്നു, ആ ക്ഷാമം വന്നപ്പോൾ ദൈവമാമ ക്ഷാമം എന്ന പ്രശ്നത്തിനും ഇസഹാക്കിനിടയിൽ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, നോ, നീ ഈജിപ്തിലേക്ക് പോകല്ല. ആ പ്രശ്നത്തിനും അല്ലെങ്കിൽ ആ ക്ഷാമവും ഈജിപ്റ്റും എന്ന പ്രശ്നത്തിനും ഇസഹാക്കിനും ഇടയിൽ ഇറങ്ങി നിന്ന് ദൈവം പറഞ്ഞു, നീ പോകല്ല, നീ പോകല്ല. ഇന്ന് പകൽക്കാലം അതേ ക്രമത്തിൽ നിന്റെ പ്രശ്നത്തിനും നിനക്ക് മധ്യത്തിൽ ഇറങ്ങി നിന്ന് ഇന്നത്തെ പ്രവാചകനാകുന്ന ഞാൻ പറയുന്നു, നീ പിന്നോട്ട് പോകല്ല. നിന്റെ പ്രശ്നത്തിനും നിനക്ക് മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം, നിന്റെ വെല്ലുവിളിക്കും നിനക്ക് മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം പറയുന്നു, നോ 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 നോ, നീ പോകല്ല. നിന്റെ പിതാവിൻ്റെ മിസ്റ്റേക്ക് നീ ആവർത്തിക്കല്ല, നിന്റെ പൂർവികരുടെ മിസ്റ്റേക്ക് നീ ആവർത്തിക്കരുത്. കാരണം നീ അവരുടെ ഡൈയിലല്ല ഞാൻ നിന്നെ ഉളവാക്കി കൊണ്ടുവരുന്നത്. പണ്ട് 4 തലമുറ കൊണ്ട് നിന്റെ കുടുംബം ഭയങ്കരമായിരുന്നു. പക്ഷെ പുരോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക്, അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക്, അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക് നീ താഴേക്ക് ഇറങ്ങി വന്ന ഒരു സഹോദരനെങ്കിൽ സഹോദരിയെങ്കിൽ എൻ്റെ ദൈവം പറയുന്നു, നിനക്ക് ഞാൻ കഴുകൻ ചിറകുകളെ നൽകി തന്ന്. നാട്ടുകാർ പറയുന്നത് നീ നടന്നു കയറുമെന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്ക് ഞാൻ കഴുകൻ ചിറകുകൾ നൽകി തന്നിട്ട് നിന്റെ പൂർവ്വ പിതാക്കന്മാർ ഇരുന്നിട്ടില്ലാത്ത പർവ്വത മുകളിൽ സ്തോത്രം നീ നിൽക്കുവാൻ തക്കോണം ഞാൻ നിന്നെ ബലപ്പെടുത്തും
നടത്തുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് പകൽ നിന്റെ വെല്ലുവിളിക്കും നിനക്കും മധ്യത്തിൽ കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെട്ട നന്മകൾ വീടുകളിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട തകർച്ചകളിൽ നിന്ന് തറവാടുകൾ മടങ്ങട്ടെ. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മടങ്ങി വരട്ടെ. എലിമയിലേക്ക് പോയി, മഹ്ലോൻ പോയി, കില്ലിയോൻ പോയി. എന്നാൽ രൂത്തിന്റെ കൈക്ക് പിടിച്ചിട്ട് നവോമി പറഞ്ഞു, വാ മക്കളെ, അപ്പത്തിന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് മടങ്ങിച്ചെല്ലാം. അപ്പത്തിന്റെ വീട്ടിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. ആരോടാ ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കത് വേണം. എൻ്റെ അപ്പൂപ്പന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ പപ്പയുടെ വഴിക്ക്, എൻ്റെ മമ്മിയുടെ വഴിക്ക് എൻ്റെ അപ്പൂപ്പന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പിശാചേ, നീ കള്ളനാണ്. അവരെ പോലെ ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. I want to be a better man. I want to be the person of betterment. ഞാൻ നന്മയുടെ വ്യക്തിയാകാൻ തീരുമാനിച്ചു. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എവിടെയാണോ തട്ടുപാടുണ്ടായത്, എവിടെയാണോ തകർച്ചയുണ്ടായത്, എവിടെയാണോ തിന്മയുണ്ടായത്, എവിടെയൊക്കെയാണോ വേലിക്കെട്ടുകൾ പൊളിഞ്ഞു പോയത്, അതിൽ നിന്ന് ഇന്ന് പകൽ എൻ്റെ ദൈവം ആരെയോ കർത്താവ് ഇന്ന് പകൽക്കാലം തൊടുകയാണ്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും സ്തോത്രമധ്യം നുഖങ്ങൾ പൊളിയുന്ന ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ആരെങ്കിലോ എന്തെങ്കിലും തകർന്നു വീഴുന്ന ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ നിന്റെ വീട്ടിൽ ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. ഓ പൈശാചിക മണ്ഡലങ്ങളെ തകർക്കാൻ, ആ ശാപങ്ങളെ തകർക്കാൻ, ആ നഷ്ടത്തിന്റെ ആവർത്തനത്തെ തകർക്കാൻ, ആ ക്യാൻസറിന്റെ ആവർത്തനത്തെ തകർക്കാൻ, ആ രോഗക്കിടക്കെ എന്നേക്കുമായി ഉടച്ച് നിന്റെ വീട്ടിൽ നിന്ന് ദൂരെ കളയുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞ യേശുവിന്റെ നാമത്തില് അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, സീസൺ മാറുകയാണ്. ഇത് അബ്രഹാമിന്റെ അബദ്ധത്തിന്റെ വേളയല്ല, ഇത് ഇസഹാക്കിന്റെ സീസന്റെ വേളയാണ്. നോക്ക്, ഈ ദൂതിന്റെ ബെസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങളുടെ മുഴുവൻ സ്തോത്രം, അതേ അറ്റൻഷനും എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ അന്തരീക്ഷം മുഴുവൻ ചൂട് പിടിച്ചിരിക്കുന്ന ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഈ മൈക്കം പിടിച്ചു നിൽക്കുമ്പോൾ ഐ നോ ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നി വേറെ ആരുണ്ടോ എൻ്റെ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്, വേറെ ആരുണ്ടോ ഈ പ്ലാറ്റ്ഫോമിൽ എന്നോടൊപ്പം ഉണ്ട്. നീ നിൽക്കുന്ന റൂമിൽ, നീ ഇരിക്കുന്ന റൂമിൽ നീ ഒറ്റയ്ക്കല്ല. വേറെ ആരുണ്ടോ? സ്തോത്രം. അതേ ആ റൂമിൽ ഉണ്ട്. അവൻ ആരാണ്? തീച്ചുളയിൽ നാലാമനായി ഇറങ്ങിയവൻ. ഓ, അവൻ ഇറങ്ങിയിരിക്കുകയാണ്. ഉൽപ്പത്തിയിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാടിൽ അവൻ പെസഹ കുഞ്ഞാടാണ്. ലേവിയിൽ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആവർത്തനത്തിൽ അവൻ മോശേക്കാൾ വലിയ പ്രവാചകനാണ്. യോശുവേൽ he is the captain of Lord's army. അവൻ സ്തോത്രം ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയാണ്. ഓ, ന്യായാധിപന്മാരിൽ അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. രൂത്തിൽ അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. എല്ലാം പറവാൻ എനിക്ക് നേരമില്ല. സകലത്തിനും സകലവുമായവൻ ഇന്ന് പകൽ നിന്റെ അധോഗതിയിൽ നിന്ന് നിന്റെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ ഇറങ്ങിക്കഴിഞ്ഞു. വ്യർത്ഥ പാരമ്പര്യം ഇന്ന് പകൽ വൃഥാവാകട്ടെ. വ്യർത്ഥ പാരമ്പര്യം യേശുവിന്റെ നാമത്തിൽ വൃഥാവാകട്ടെ. ഹല്ലേലൂയ. ഓ സ്തോത്രം. അബ്രഹാമിൽ ഉണ്ടായ അതേ കാര്യം തന്നെ ഇസഹാക്കിൽ ആവർത്തിക്കുവാനായി സ്തോത്രം. സ്തോത്രം സാഹചര്യത്തെ പിശാച് ചട്ടം കെട്ടി നിൽക്കുമ്പോൾ ദൈവം ഇറങ്ങിക്കഴിഞ്ഞു. ദൈവം ഇറങ്ങിയാൽ പുതിയ ചരിത്രമാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ദൈവം ഇറങ്ങിക്കഴിഞ്ഞു. ജൂൺ മാസം 6-ാം തീയതി സഭായോഗത്തിന് പുതിയൊരു ചരിത്രം മെനയുവാൻ ദൈവം ഇറങ്ങിക്കഴിഞ്ഞു. നിന്നെ വീട്ടിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഇരുത്തിയതിനായി സ്തോത്രം. ഇത് ഹാളിലാണെങ്കിൽ ഇത് സ്തോത്രം ഇത്ര ഇമ്പാക്റ്റ് നടക്കത്തില്ല. ഇത് വീട്ടിൽ നടന്നതിനായി സ്തോത്രം. ആ വീട്ടിൽ ഒരു വിടുതൽ എൻ്റെ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. ആ വിടുതൽ ചെയ്യാനുണ്ട്. Give me that oil bottle. Thank you Jesus. വീട്ടിൽ സ്തോത്രം. അതെ, ആ വിടുതൽ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. വീട്ടിൽ എൻ്റെ ദൈവത്തിന് ആ വിടുതൽ ചെയ്യുവാനുണ്ട്. താങ്ക് യു. ആ വീട്ടിൽ ദൈവത്തിന് ചിലതിനെ അഭിഷേകം ചെയ്യുവാനുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ചില പ്രവചന ക്രിയകൾ നിനക്ക് ചെയ്യുവാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചില പ്രവചന ക്രിയകൾ നിനക്ക് ചെയ്യുവാനുണ്ട്. സ്തോത്രം. ഒരു പ്രവചന മണ്ഡലം എവിടെയാണോ വെളിപ്പെടുന്നത് അവിടെ എല്ലാം വെളിപ്പെടുന്ന പ്രവചന ക്രിയകളുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഓ, ഇത് വിടുതലിന്റെ നേരമാണ്. ഇതുപോലെ നല്ലൊരു ഓയിൽ, സ്തോത്രം, നല്ലൊരു ഓയിൽ എടുക്കണം. ഈ ദിവസങ്ങൾ ഉപയോഗിക്കാത്ത നല്ലൊരു ഓയിൽ ബോട്ടിൽ എടുക്കണം. അപ്പനും അമ്മയും മക്കളുമായി, സ്തോത്രം, അതെ, 2 തലമുറയെങ്കിൽ 2, ഇല്ല അമ്മച്ചു കൂടെ ഉണ്ടെങ്കിൽ 3 തലമുറയായി ഒരുമിച്ച് ബോട്ടിൽ കൈവയ്ക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഇത് അങ്ങയുടെ വിടുതലിന്റെ അഭിഷേകത്തിന്റെ തൈലമാക്കണമേ, അഭിഷേകത്തിന്റെ തൈലമാക്കണമേ, ഇത് അഭിഷേകത്തിന്റെ തൈലമാക്കണമേ. എത്ര സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. ഒരിക്കൽ കൂടെ, അഭിഷേകം നുകങ്ങളെ തകർക്കുന്നു. ഒരു ബോട്ടിൽ, സ്തോത്രം, അത് ഓയിൽ എടുത്ത് അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇതിപ്പോ ഇപ്പൊ ഉണ്ടായ ഐഡിയ അല്ല. ഇന്നലെ രാത്രി 2:15 ജോൺ ബോസ്കോയ്ക്ക് ഓയിൽ, സ്തോത്രം, വോയിസ് നോട്ട് ഇടുന്ന അതിന് 10 സെക്കൻഡ് മുമ്പ് എന്റെ സ്തോത്ര കർത്താവ് പറഞ്ഞു, പോയി എന്റെ ജനത്തോട് പറ, അവിടെ വീടുകളെ അഭിഷേകം ചെയ്യട്ടെ, അവർ കിടക്കുന്ന കട്ടിലുകളെ അഭിഷേകം ചെയ്യട്ടെ, അവിടെ വാഹനങ്ങളെ അഭിഷേകം ചെയ്യട്ടെ, അവിടെ ബൈക്കുകളെ അഭിഷേകം ചെയ്യട്ടെ, അവിടെ മക്കളെ അഭിഷേകം ചെയ്യട്ടെ, അവർ പഠിക്കുന്ന നോട്ട് ബുക്കുകളെ അഭിഷേകം ചെയ്യട്ടെ. എക്സാം ക്യാൻസൽ ആയോ, എക്സാം എഴുതാൻ പോകുന്നു, അതും നിന്നെ ബാധിക്കയില്ല. എക്സാം നിന്നെ ബാധിക്കയില്ല. എക്സാം അല്ല, സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ വാലല്ല, ഞാൻ നിന്നെ തലയാക്കും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്ക്. നീ വാലല്ല, നീ തലയാക. സ്തോത്രം. ആ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുക, ആ വാഹനങ്ങളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുക, കട്ടളക്കാലും മേൽ കുറുമ്പടി മേലും വാതിലും ജനലും എണ്ണ പൂശി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ, വാതിലും ജനലും എണ്ണ പൂശി പ്രാർത്ഥിക്കുക, ഗേറ്റിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുക. സകല ഭൂതങ്ങൾ തകരട്ടെ. വീടിനകത്തളത്തിൽ നിന്ന് ആ എണ്ണ ഒഴുകട്ടെ. വീടിന്റെ ലിവിംഗ് റൂമിൽ നിന്ന് അഭിഷേക ശുശ്രൂഷ ഉയരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചോട്ടെ, അന്യഭാഷ പ്രാർത്ഥിച്ചോട്ടെ, എന്നെ എടുത്ത് പ്രാർത്ഥിച്ചോട്ടെ. അത് അടുക്കളയിലേക്ക്, അത് ബെഡ്റൂമിലേക്ക്, അത് സ്തോത്രം, അതെ, പിൻവാതിലിലേക്ക്, അത് മുൻവാതിലേക്ക്, then after that വാഹനങ്ങളിലേക്ക്, ഗേറ്റിലേക്ക്, സ്തോത്രം, അതെ, അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. എന്നിട്ട് പറ, പന്നപ്പിശാചേ, ഇത് ദൈവത്തിന്റെ കോമ്പൗണ്ടാണ്. ഇയ്യോബിന് ചുറ്റുള്ള സകലതിനും വേലി കെട്ടി സൂക്ഷിച്ച ദൈവം, ഇയ്യോബിന് ചുറ്റും ഉള്ള സകലതിനെ വേലി കെട്ടി സൂക്ഷിച്ച ദൈവം ഞങ്ങളെ ഈ കാലത്ത് സൂക്ഷിക്കുന്നു. യെസ്, നിന്റെ വീട്ടിൽ നടക്കട്ടെ, നിന്റെ വണ്ടികൾ നടക്കട്ടെ, നിന്റെ ഓഫീസിന്റെ മേശ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചോട്ടെ. നിന്റെ സ്തോത്രം, അത് ബിസിനസ് ചെയ്യുന്നവർ നിന്റെ ബിസിനസ് കോംപ്ലക്സിൽ ആ കടകളിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ചോട്ടെ. ഐ ഗ്യാരണ്ടി യു, ഈ ക്ഷാമകാലത്ത് ലോകത്തിനില്ലാത്ത ഒരു കൊയ്ത്ത്, ലോകത്തിനില്ലാത്ത ഒരു അനുഗ്രഹം, ലോകത്തിനില്ലാത്ത ഒരു ബ്രേക്ക് ത്രൂ ദൈവം നിനക്ക് വച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളി അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഇത് നിനക്കുള്ള വിത്താണ്, ഇത് നിനക്കുള്ള വചനമാണ്, ഇത് നിനക്കുള്ള വിത്താണ്. സ്തോത്രം പറ, ഇത് നിനക്കുള്ള വിത്താണ്, ഇത് നിനക്കുള്ള വചനമാണ്, ഇത് നിനക്കുള്ള വചനമാണ്. തിരുവചനം പറയുന്നു, വിത്താണ് ഇസഹാക്കിനെ ജയിപ്പിച്ചത്, വിത്താണ് ഇസഹാക്കിനെ ജയിപ്പിച്ചത്, വിത്താണ് ഇസഹാക്കിന്റെ അന്തരീക്ഷം മാറിയത്. ആ സാഹചര്യം മുഴുവൻ ക്ഷാമകാലം ആയിരിക്കുമ്പോൾ, സ്തോത്രം, എല്ലാ കളപ്പുര ഒഴിഞ്ഞു കിടക്കുമ്പോൾ, എല്ലാ വയലും ശൂന്യമായിരിക്കുമ്പോൾ, എല്ലാ കളപ്പുര ഒഴിഞ്ഞു കിടക്കുമ്പോൾ, എല്ലാ വയലും ശൂന്യമായിരിക്കുമ്പോൾ, ഒരുത്തൻ്റെ ഫീൽഡിലും ഒന്നും നടക്കാതിരിക്കുമ്പോൾ, ഒരു ഫീൽഡിലും ഒന്നും നടക്കാതിരിക്കുമ്പോൾ, ഒരു ഫീൽഡിലും ഒന്നും നടക്കാതിരിക്കുമ്പോൾ, എവിടെ എൻ്റെ ഈ 2021 ഇസഹാക്കമാർ, 2021 ഇസഹാക്കമാർ ഇന്ന് പകൽക്കാലം പറയുന്നു, ഒരുത്തനിൽ ഒന്നും നടക്കണ്ട, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു വിത്ത് 6-ാം തീയതി ദൈവം ഏൽപ്പിച്ചു. 6-ാം തീയതി സഭായോഗത്തിന് എൻ്റെ കയ്യിൽ ഒരു പ്രവചനത്തിന്റെ വിത്തുണ്ട്. വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. സ്തോത്രം. വിത്ത് അത് ദൈവത്തിന്റെ വചനം. യെസ്, വിത്ത് ദൈവത്തിന്റെ വചനം. ഇസഹാക്ക് എഴുന്നേൽക്കുകയാണ്. ബ്രദർ ഇസഹാക്ക് എഴുന്നേൽക്കുകയാണ്. ഇവിടെ സഹോദരന്മാർ എഴുന്നേറ്റോ? നിങ്ങൾ ആ വീട്ടിൽ എഴുന്നേറ്റോ എന്ന് എനിക്കറിയത്തില്ല. ഓ, ഇന്ന് പകൽക്കാലം ആരെങ്കിലും എഴുന്നേൽക്കുന്നെങ്കിൽ
എഴുന്നേൽക്കുന്നെങ്കിൽ നീ ഒറ്റക്കല്ല എഴുന്നേൽക്കുന്നത്, ഒരുവൻ കൂടെ അവന്റെ വലിയ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. എല്ലാവരും നോക്കി പറ, ദൈവം എനിക്കായി എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേറ്റാൽ ബാക്കി പറ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ബാക്കി പറ, ദൈവം എഴുന്നേൽക്കുമ്പോൾ പറ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതറിപ്പോകുന്നു. ഓ ഹല്ലേലൂയ! ശത്രുക്കൾ ചെതറിപ്പോകുന്നു, ആ മന്ത്രം ചെതറിപ്പോകുന്നു, ആ ജാതകം ചെതറിപ്പോകുന്നു, ആ മകയിരത്തിന്റെ കെട്ടും ഓ ഹല്ലേലൂയ കാർത്തികയുടെ ചങ്ങലയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചെതറിപ്പോകുന്നു. ആ വെള്ളിയാഴ്ച കെട്ടും ആ ചൊവ്വാഴ്ച ദോഷവും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെതറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ നിന്നെ ഞാൻ താമര ഭിത്തിയാക്കിയിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് സ്തോത്രം അതേ നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. രണ്ട് കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാട്. യേശുവിന്റെ നാമത്തിൽ ആ തിന്മ ഫലിക്കയില്ല. വിത്തുണ്ടെങ്കിൽ ആ തിന്മ ഫലിക്കയില്ല. നിനക്കെതിരെ കൂടോത്രം ചെയ്തവരുണ്ടായിരിക്കും, വേസ്റ്റ് ഓഫ് ടൈമാണ്. നിനക്കെതിരെ മന്ത്രവാദം ചെയ്തവരുണ്ടായിരിക്കും, പണനഷ്ടമാണ്. ഓ ദൈവത്തിന്റെ മക്കൾക്കെതിരെ, ദൈവിക വിശ്വാസ കുടുംബങ്ങൾക്കെതിരെ, ദൈവകൃപയിൽ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ദൈവമക്കൾക്കെതിരെ എവിടെ വെച്ച് കൂടോത്രം ചെയ്താൽ, അത് തിരുവനന്തപുരത്ത് ചെയ്താലും കാസർഗോഡ് ചെയ്താലും അത് ഫലിക്കയില്ല. ഈ പുസ്തകം എടുത്തോട്ട് ഈ 6-ാം തീയതി ഇന്ന് പകൽക്കാലം ഏത് കേന്ദ്രത്തിൽ നിന്നാണോ അത് ഇറങ്ങി വന്നത് അവിടേക്ക് തിരിച്ചോടുകയാണ്. മുഖത്ത് നോക്കി പറ, മറ്റുള്ളവരെ മുഖത്ത് നോക്കി പറ, അതെല്ലാം മടങ്ങുകയാണ്, അതെല്ലാം തിരിച്ചോടുകയാണ്, അതെല്ലാം തിരിച്ചോടുകയാണ്, അതെല്ലാം തിരിച്ചോടുകയാണ്. അത് തിരിഞ്ഞു പോയി പറയുന്നു. ജൂൺ മാസം 6-ാം തീയതി യഹൂദ ഗോത്രത്തിലെ സിംഹം ആ വീടിന് ചുറ്റും കാവലായി നിൽക്കുന്ന, ഓഫീസിന് ചുറ്റും യഹൂദ ഗോത്രത്തിലെ സിംഹം കാവലായി നിൽക്കുന്ന നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. വിത്തുമായി എഴുന്നേറ്റ് അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, വചനമാണ് വിത്ത്. പറഞ്ഞാട്ടെ, വചനമാണ് വിത്ത്, വചനമാണ് വിത്ത്, വചനമാണ് വിത്ത്, വചനമാണ് വിത്ത്. ഇസഹാക്ക് നീ ബുദ്ധിമാനാടാ, നീ ആ വിത്തിനെ തിന്നില്ല. പലരും വിത്തിനെ വേഗിച്ചങ്ങ് തിന്നും, ഭാവിയിൽ പട്ടിണി കിടക്കും. എന്നാൽ ഏറ്റവും ബെസ്റ്റാണ് വിത്തിനായി കൃഷിക്കാരൻ മാറ്റിവെക്കുന്നത്. അർത്ഥം ഏറ്റവും ബെസ്റ്റാണ് കൃഷിക്കാരൻ മാറ്റിവെക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് മനുഷ്യനോടല്ല നീ പറയേണ്ടത്, ഏറ്റവും നല്ല ബെസ്റ്റ് ആകുന്ന വചനം പ്രവചന ദൂതായി ദൈവത്തെ നോക്കി പറഞ്ഞാട്ടെ. ഓ അടുത്തുള്ള 7-ാം തീയതി മുതൽ ഈ മാസത്തിന്റെ സ്തോത്രം 3 ആഴ്ച നോക്കി പറ. അടുത്ത ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. സ്തോത്രം അതെ ഭാവിയെ നോക്കി പറ, ഭാവിയെ നോക്കി പറ. ഇന്ന് പകൽക്കാലം മക്കളെ നോക്കി പറ. സ്തോത്രം അതെ, വാട്ട് യു കൺഫസ് ദാറ്റ് യു പൊസസ്, വാട്ട് യു കൺഫസ് ദാറ്റ് യു പൊസസ്, വാട്ട് യു കൺഫസ് ദാറ്റ് യു പൊസസ്. എന്ത് പറയുമോ അത് സംഭവിക്കും. ഒരിക്കൽ കൂടെ, വാട്ട് യു കൺഫസ് ദാറ്റ് യു പൊസസ്. എന്ത് നീ പറയുമോ അതാ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. നീ തിന്മയല്ല പറയേണ്ടത്, പകരം ദൈവത്തിന്റെ കൃപയാൽ നീ നന്മ പറഞ്ഞാട്ടെ. നീ തിന്മയല്ല പറയേണ്ടത്, നന്മ പറഞ്ഞാട്ടെ. നീ നന്മ പറയുമ്പോ നിന്റെ മോക്കറി വിക്ടറിയായി തീരുവാൻ പോകുന്നു. നിന്റെ മോക്കറി വിക്ടറിയാകുവാൻ പോകുന്നു. നിന്റെ ട്രയൽസ് ട്രയംഫായി തീരുവാൻ പോകുന്നു. നിന്റെ 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 താഴ്ച അത് ഉയർച്ചയാകുവാൻ വേണ്ടി പോകുന്നു. ഇൻ ജീസസ് നെയിം. ഈ ക്ഷാമകാലത്ത് you are going to be at the point of attraction, says the Lord. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, you are going to be the point of attraction. നീ ഒരു ശ്രദ്ധാ കേന്ദ്രമാകാൻ പോകുകയാണ്. നീ ഒരു ശ്രദ്ധാ കേന്ദ്രമാകാൻ പോകുകയാണ്. ആർക്ക് വേണം, ആർക്ക് വേണം, ആർക്ക് വേണം? നീ ഒരു സ്തോത്രം അതെ ശ്രദ്ധാ കേന്ദ്രമാകാൻ പോകുകയാണ്. ശാപകേന്ദ്രമല്ല, ശ്രദ്ധാ കേന്ദ്രം. നീ സമൂഹത്തിന്റെ നടുവിൽ ശ്രദ്ധാ കേന്ദ്രം ആകുവാൻ വേണ്ടി പോകുന്നു. You are going to be the reference of blessing. You are going to be the reference of blessing. അനുഗ്രഹത്തെ കുറിച്ച് ജനം പറയുമ്പോ, വിടുതലിനെ കുറിച്ച് ജനം പറയുമ്പോ, റിവൈവലിനെ കുറിച്ച് ജനം പറയുമ്പോ, പുതിയ നിയമ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോ അവർ റെഫർ ചെയ്യുന്നത് നിന്റെ പേരായിരിക്കും. ഓ കമാൻ 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 കമാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹത്തെ കുറിച്ച് ആരെങ്കിലും പറയുന്നെങ്കിൽ, റിവൈവലിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നെങ്കിൽ, സഭാ വളർച്ചയെ കുറിച്ച് ആരെങ്കിലും പറയുന്നെങ്കിൽ, പുതിയ
നിയമ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നെങ്കിൽ അവർ നിന്റെ പേരായിരിക്കും പറവാൻ വേണ്ടി പോകുന്നത്. Hallelujah. You are going to be the point of attraction. You are going with the reverence of blessing in Jesus name. ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. Hallelujah. ദൂതന്മാർ ഇറങ്ങുന്നു, തിന്മകൾ സ്തോത്രം പിന്മാറുന്നു, മരണം പിന്മാറുന്നു, ദോഷങ്ങൾ പിന്മാറുന്നു. സ്തോത്രം. അതേ ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ അതേ മൂടുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദിബല പ്രഭോ ജഗദന മൗഷ്യഖോനിയാസ്യ അരാ പ്രഭാശാന്തലന മൗഷ്യംദുലിനിയാസ്യ. ആരും മിണ്ടാതെ നിൽക്കരുത്. വായു തുറക്ക്, വായു തുറക്ക്. വല്ലതും നടക്കണമെങ്കിൽ വാ തുറക്ക്, വല്ലതും നടക്കണമെങ്കിൽ വാ തുറക്ക്, വല്ലതും നടക്കണമെങ്കിൽ വായു തുറക്ക്, വല്ലതും നടക്കണമെങ്കിൽ വാ തുറക്ക്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പറ. അഡ്മിഷൻ കിട്ടും. വിതക്ക്, വിതക്ക്, വിതക്ക്. അഡ്മിഷൻ കിട്ടും. ഓ പറ, ആ സ്ഥാനത്ത് എൻ്റെ കുട്ടി എത്തും. പറ, പറ, ആ നന്മയുടെ ഓഹരി തുറക്ക്. പറ, പറ, ആ വിടുതൽ എൻ്റെ ജീവിതത്തിലുണ്ടാകും. പറ, പറ, ആ സ്ഥാനത്ത് ഞാൻ എത്തിച്ചേരും. പറ, തടസ്സങ്ങൾ എൻ്റെ മുൻപിൽ സ്തോത്രം തകർന്നു വീഴും. പറ, പറ, നിന്റെ ഭാവിയെ നീ ഡിസൈൻ ചെയ്ത് പ്രവചിക്ക്. നിന്റെ ഭാവിയെ ഡിസൈൻ ചെയ്ത് പ്രവചിക്ക്. 30 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. ലഖമിനി ആംദുലിന മൗശംദര പ്രവിജ്ജകദര ബൗശതുലിനിയാസ്യ ഏരി ആംദുലിന ബൗശം സജനാർഗന്ദലരിയാസ്യ രേഖമിനി ആംദുലിന മൗശംദുരുബോഖോനിയാസ്യ. വല്ലം നടക്കുമെങ്കിൽ ഈ വയലേ നടക്കത്തുള്ളൂ. വല്ലം നടക്കുമെങ്കിൽ ഈ വയലുകളെ നടക്കത്തുള്ളൂ. വല്ലം നടക്കുമെങ്കിൽ ഈ വയലേ നടക്കത്തുള്ളൂ. വല്ലം നടക്കുമെങ്കിൽ ഈ വീട്ടിലെ നടക്കത്തുള്ളൂ. വല്ലം നടക്കുമെങ്കിൽ ഈ ജീവിതങ്ങളെ നടക്കത്തുള്ളൂ. വല്ലം നടക്കുമെങ്കിൽ ഈ ഭവനങ്ങളെ നടക്കത്തുള്ളൂ. വല്ലം നടക്കുമെങ്കിൽ ഈ സഭകളെ നടക്കത്തുള്ളൂ. ദേവദാസന്മാർ ഏറ്റെടുക്ക്. യേശുവിൻ്റെ നാമത്തിൽ വിതയ്ക്കുകയാണ്, വിതയ്ക്കുകയാണ്. ജസ്റ്റ് അന്യഭാഷ പറയുക മാത്രമല്ല. Come on, release. Describe that word of prophecy. വിവരിച്ചു പറ, വിവരിച്ച് വിതയ്ക്ക്, വിവരിച്ച് വിശാലമായി വിതയ്ക്ക്, വിവരിച്ച് വിശാലമായി വിതയ്ക്ക്. ഓ ഹല്ലേലൂയ. ഇത് ക്ഷാമകാലം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കല്ല. ഡിസ്ക്രൈബ് ഇറ്റ്, ഡിസ്ക്രൈബ് ഇറ്റ്, ഡിസ്ക്രൈബ് ഇറ്റ്. വിവരിച്ചു പറ, വിവരിച്ചു പറ. ആ കുഞ്ഞുങ്ങളെ നോക്കി വിവരിച്ചു പറ, ഭാവിയെ നോക്കി വിവരിച്ചു പറ, നന്മകൾ നോക്കി വിവരിച്ചു പറ. വിത്തിട്, വിത്തിട്, വിത്തിട്. നാളെ കൊയ്ത്തുണ്ട്, നാളെ കൊയ്ത്തുണ്ട്, നാളെ കൊയ്ത്തുണ്ട്. വിത്തിട് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പറ, പറ. ഡിസ്ക്രൈബ് ഇറ്റ്. ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. പറ, പറ. ലോകോബനി ആശ അനേതനി റിഖോനി ആംസജുനു റോഖോമനി ആംസജനാദിയക്ഷ ഓറിഖമിനി ആംദുലിന മൗശംസജനാദിയക്ഷസി പ്രൗഢ്യാലമന ബബജനാർഗം സേറ്റനി ആംദലന മൗശ രേഖമിനി ആംദുലിന മൗശ ത്രോഖോ സേറ്റനിയാശ ദിഗലമനഹസ്തിനിയാന്തരരിയാശ. വിത്താണ് നിന്റെ ആയുധം, വിത്താണ് നിന്റെ ആയുധം, വിത്താണ് നിന്റെ ആയുധം. ഈ സാഹചര്യത്തെ മാറ്റുന്ന വിത്താണ് നിന്റെ ആയുധം. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ഈ സാഹചര്യം മാറ്റുന്ന വിത്താണ് നിന്റെ ആയുധം. ഈ സാഹചര്യം മാറ്റുന്ന വിത്താണ് നിന്റെ ആയുധം. ഈ സാഹചര്യം മാറ്റുന്ന വിത്താണ് നിന്റെ ആയുധം. വിത്താണ് ആയുധം. ആത്മീയ യുദ്ധത്തിൽ ഞാൻ കണ്ട കാര്യം, ആത്മീയ യുദ്ധത്തിൽ ഞാൻ കണ്ട കാര്യം, സ്തോത്രം, ബൈബിളിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ ഞാൻ കണ്ടതായ കാര്യം, ദൈവത്തിൻ്റെ ആയുധപ്പുരയിൽ, ദൈവത്തിൻ്റെ ആയുധപ്പുരയിൽ ചില മണ്ടന്മാർ പോലും ഉപയോഗിക്കാത്തതാണ് ദൈവം ആയുധമായി ഉപയോഗിച്ചത്. മണ്ടന്മാർ പോലും ഉപയോഗിക്കാത്തതാണ് സർവജ്ഞാനിയായ ദൈവം ഉപയോഗിച്ചത്. ഒരു കടലിനെ വിഭാപിക്കാൻ ദൈവത്തിന് മോശയുടെ കൈ കൊടുക്കാൻ ഒരു ഉണക്ക കമ്പ് മതി. ഒരു കടലിനെ വിഭാപിക്കാൻ ഉണക്ക കമ്പ് മതി. എത്ര പേർ ആമേൻ പറഞ്ഞു? ഓ, എന്നാൽ കടലിനെ വിഭാഗിക്കാൻ ഉണക്ക കമ്പ് മതി. കമ്പിനല്ല ശക്തി, കമ്പിൻ്റെ മീതെ പ്രവർത്തിച്ച സർവശക്തന്റെ ശക്തിയാണ് യഥാർത്ഥ ശക്തി. ഹല്ലേലൂയ. മിദ്യാന്യ പട്ടാളത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ഉടയുന്ന ഒരു കൊടവും ജ്വലിക്കുന്ന ഒരു പന്തവും ശബ്ദം കേൾപ്പിക്കുന്ന ഒരു കാഹളവും മതി. എൻ്റെ ദൈവത്തിന് പരിചയം കുന്തവും വാളം വേണ്ട. തമ്പുരാൻ പറഞ്ഞു, സ്തോത്രം, അത് പരിചയമുള്ള കാലമാണ്, അത് വാളുള്ള കാലമാണ്. തമ്പുരാൻ പറഞ്ഞു, അതെല്ലാം മാറ്റി വെച്ചേരെ. എന്നാൽ യുദ്ധം നിൻ്റെതല്ലേ, യുദ്ധം എൻ്റെതാണ്. ഞാൻ യുദ്ധം ചെയ്യുവാൻ എനിക്ക് ചില സ്പെഷ്യലായ ആയുധങ്ങളുണ്ട്. ഉടയുന്ന കൊടവ്, അതേ ജ്വലിക്കുന്ന സ്തോത്രം പന്തവ്, ഓ ശബ്ദമുള്ള കാഹളമുണ്ടെങ്കിൽ നീ യുദ്ധം ചെയ്യണ്ട. ഓ, നീ കാഹളമുതി ദൈവത്തെ സ്തുതിച്ചാൽ മതി. ശത്രുക്കൾ തമ്മിൽ വെട്ടി തകരുന്നത് നീ കാണും.
ശത്രുക്കൾ തമ്മിൽ വെട്ടി തകർന്ന് നീ കാണും യേശുവിൻ്റെ നാമത്തിൽ. ഓ ദൈവത്തിൻ്റെ ആയുധപ്പുരയിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ ഉടയുന്ന ഉടഞ്ഞ കുടവും അവിടെ ഊതിയ കാഹളവും ജ്വലിച്ച പന്തവും മാത്രമല്ല, അവിടെ ഉണങ്ങിയ വടി മാത്രമല്ല ദൈവത്തിൻ്റെ ആയുധപ്പുരയിൽ കാണാൻ കഴിയുന്നത്. അവിടെ പിന്നെ കുറച്ച് കല്ലും, സ്തോത്രം, അതെ 4 കല്ലും ഒരു കവണിയും ഇരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും. മല്ലനെ പൊളിക്കാൻ ആ കല്ലും കവണിയും മതി. നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ 5ാമത്തെ കല്ല് എവിടെ പോയി? അത് മറ്റവൻ്റെ തലക്കകത്ത് കയറി. സ്തോത്രം, അതെ അവിടെ ബാക്കിയുള്ള കല്ലും അവിടെ കവണിയും മാത്രം മതി. എൻ്റെ ദൈവത്തിന് പൊളിക്കാൻ, സ്തോത്രം, ഇതുപോലെയുള്ളതായ പല ആയുധങ്ങളുണ്ട്. വിവരിക്കാൻ നേരമില്ല, പെട്ടെന്ന് പറയട്ടെ. ഈ ക്ഷാമത്തെ തോൽപ്പിപ്പാൻ കുറച്ച് വിത്ത് മതി. ഈ ക്ഷാമത്തെ തോൽപ്പിപ്പാൻ കുറച്ച് വിത്ത് മതി. ജോയ് ബ്രദറിനും എനിക്ക് അറിയാം, സ്തോത്രം, ഈ സഭായോഗത്തിന് കയറുന്നതിന് മുൻപ് കുറച്ച് വിത്ത് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. സ്തോത്രം, കുറച്ച് വിത്ത് ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. കാരണം പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കണം, ജീവിക്കുന്നത് പോലെ പ്രസംഗിക്കണം, ജീവിക്കുന്നത് പോലെ പ്രസംഗിക്കണം, പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കണം. ഇല്ലെങ്കിൽ അത് പ്രഹസനമാണ്. നിന്റെ വിത്ത് വലുതാണോ വിത്ത് ചെറുതാണോ അതെനിക്ക് പ്രശ്നമല്ല. പകരം ഈ ദിവസങ്ങളിൽ ഞെരുങ്ങിയിരിക്കാം, ക്ഷാമമായിരിക്കാം, ശൂന്യമായിരിക്കാം, പക്ഷെ കുറച്ച് വിത്തെടുക്കാം. വിത്തെടുത്ത് ഭാവിയിലേക്ക് വിതച്ചാട്, ഭാവിയിലേക്ക് വിതച്ചാട്, ഭാവിയിലേക്ക് വിതച്ചാട്, ഭാവിയിലേക്ക് വിതച്ചാട്, ഭാവിയിലേക്ക് വിതച്ചാട്. ഭാവിയിലേക്ക് വിതയ്ക്കുമ്പോൾ തിരുവചനം പറയുന്നു, ഇസഖാക്ക് ആ ദേശത്ത് വിതച്ചു. 12ാം വാക്യം, ആ ആണ്ടിൽ 100 പേനി വിളവ് കിട്ടി. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ഇന്നലെ ഞാൻ ധ്യാനിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞത്, പോയി എൻ്റെ ജനത്തോട് പറ, റൈറ്റ് നൗ ബ്ലെസ്സിങ്ങിലേക്ക് എൻ്റെ ജനത്തെ ഞാൻ എത്തിക്കുവാൻ പോകുന്നു. ആ ആണ്ടിൽ തന്നെ റൈറ്റ് നൗ ബ്ലെസ്സിങ്ങിലേക്ക് ഇപ്പോഴാകുന്നു ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാണ് ആ പെണ്ണിനെ കെട്ടിച്ചു വിടുന്ന, ഇപ്പോഴാണ് ആ ചെറുക്കൻ എസ്റ്റാബ്ലിഷ് ആകുന്നത്, ഇപ്പോഴാണ് ആ നന്മകൾ ഉണ്ടാകുന്നത്, ഇപ്പോഴാണ്. റൈറ്റ് നൗ ബ്ലെസ്സിങ്ങിൽ നീ ജീവിക്കുന്നു. റൈറ്റ് നൗ ബ്ലെസ്സിങ്ങിൽ ആ സർട്ടിഫിക്കറ്റ് വരുന്നത് ഇപ്പോഴാണ്. ഓ വിടുതലുകൾ സംഭവിക്കുന്നത് ഇപ്പോഴാണ്. എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, ഇത് ഇപ്പോഴാണ്, ഇപ്പോഴാണ്, ഇപ്പോഴാണ്. അടുത്തൊരു വർഷം പാഴായി പോകത്തില്ല. അവർ അടക്കട്ടെ, അവർ തുടക്കട്ടെ, അവർ സാനിറ്റൈസർ ഉണ്ടാക്കട്ടെ, വകഭേദം കണ്ടുപിടിക്കട്ടെ. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ചുറ്റുമുള്ള വാതിലുകൾ അടയുമ്പോഴും മേലത്തെ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിരിക്കുക. ഹല്ലേലൂയ. ചുറ്റുമുള്ള വാതിലുകൾ അടയുമ്പോഴും മേലത്തെ സ്വർഗം തുറന്നിരിക്കുന്നു. ലോക്ക്ഡൗൺ പരാജയപ്പെടട്ടെ, കൊറോണ പരാജയപ്പെടട്ടെ, കോവിഡ് പരാജയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇതാ വിത്തുകൾ വളരുന്നു. നടക്കത്തില്ല ബ്രദറെ, ആ വാഗ്ദത്തം പണ്ടത്തതാണ്, അത് നടക്കത്തില്ല, പണ്ട് കേട്ടതാണ്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടോ പ്രവചിക്കുന്നു. ഓ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ കട്ടകളുടെ ഇടയിൽ കിടക്കുന്ന വിത്തുകളെ ഞാൻ ഇതാ വളർത്തുകയാണ്. നഷ്ടപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞത് ഒരിക്കലേ കേട്ടല്ലോ. ഇനി നടക്കത്തില്ലെന്ന് പറയുന്നത് അതും ഈ ദിവസങ്ങളിൽ സ്തോത്രം അതേ വളരുകയാണ്. ഓ ഊഷര മരുഭൂമി പോലെ കിടക്കുന്ന നിന്റെ വയല് ഇന്ന് പകൽ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഇതാ തഴച്ചു കൊഴുത്തിരിക്കുന്ന വയലുകൾ പോലെ, ഓ പച്ചിപ്പ് പച്ചിപ്പ്, ഗ്രീനറി 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 ഗ്രീനറി. യേശുവിൻ്റെ നാമത്തിൽ പച്ചിപ്പ് വർദ്ധിക്കുകയാണ്, ഫെർട്ടിലിറ്റി വർദ്ധിക്കുകയാണ്. ഓ പുതിയ പൂ ഉണ്ടാകുകയാണ്, പുതിയ കതിരുകൾ വരികയാണ്, പുതിയ കതിരുകൾ വരികയാണ്. വിലാപ ഗാനങ്ങൾ പാടിയവർ ഓ ട്യൂൺ മാറ്റട്ടെ, ട്യൂൺ മാറ്റട്ടെ, പിച്ച് മാറ്റട്ടെ, ഹൃദയം മാറ്റട്ടെ. വിലാപ ഗാനം പാടിയവർ ട്യൂൺ മാറ്റട്ടെ, പിച്ച് മാറ്റട്ടെ, ഹല്ലേലൂയ, ഹൃദയം മാറ്റട്ടെ. വിലാപ ഗാനം പാടിയവർ ഓ ഒരു കൊയ്ത്ത് പാട്ടിന് കൂടെ ഈ ദിവസങ്ങൾ ഒരുങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ആണ്ടിൽ അവൻ വിതച്ചു. ആ ആണ്ടിൽ അവൻ 100 മേനി അവന് വിളവ് കിട്ടി. 100 മേനി വിളവ് കിട്ടി. 100%. 100 മേനി വിളവ് കിട്ടി. 100 മേനി. അടുത്തിരിക്കുന്നത് നോക്കി പറ, 100% വിജയ. പറ, 100% വിജയ, 100% വിജയ. ഒഴിവില്ലെന്ന് മനുഷ്യൻ ഇട്ടിട്ട് പോയ ഒഴിവുകളെയല്ല സ്തോത്രം തമ്പുരാൻ നിറയ്ക്കുന്നെന്ന്. വല്ലായ്മകളും ഇല്ലായ്മകളും വിട്ടുപോകുന്നെന്ന് ദൈവം അതിനെ നിറയ്ക്കുന്നെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം അതിനെ നിറയ്ക്കുന്നു. നല്ലൊരു അപ്പനുണ്ടായിരുന്നു, മരിച്ചുപോയി. നല്ലൊരു അമ്മയുണ്ടായിരുന്നു, മരിച്ചുപോയി. എന്നാൽ തമ്പുരാൻ പറയുന്ന ശൂന്യതകളെല്ലാം നിറയുന്നു, ശൂന്യതകളെല്ലാം നിറയുന്നു. അതിനെ നിറയ്ക്കുകയാണ്.
പറയുകയാണ്, 100 മേനി വിളവ്, 100 മേനി വിളവ്. മക്കളെല്ലാം ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ കളപ്പുരം നിറയുകയാണ്, സ്റ്റോർ ഹൗസ് നിറയുകയാണ്, നിന്റെ കളം നിറയുകയാണ്, കളം നിറയുകയാണ്. കണ്ടാരാധിക്ക് യേശുവിന്റെ നാമത്തിൽ. മറ്റവന്റെ വായിലൊന്നും വേണ്ട. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം പ്രത്യക്ഷമായി സമൂഹം കാണട്ടെ. ഓ ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം പ്രത്യക്ഷമായി കാണട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് നീ പറയണ്ട, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് നീ നോട്ടീസ് അടിക്കണ്ട, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് നീ സാക്ഷി പറയണ്ട, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് നീ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കട്ടെ. പകരം ഈ ഗോർശൻ ദേശത്തിൽ നിന്നെ ഇറക്കി വിട്ട കക്ഷികൾ തന്നെ, 26 അധ്യായ ഗോർശൻ ദേശത്തിൽ നിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടവർ തന്നെ, നിന്നെ ഇറക്കി വിട്ടവർ തന്നെ നിന്റെ അടുക്കൽ വന്ന് പറയട്ടെ, ഞങ്ങൾ നിന്നെ നോക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ശത്രുക്കൾ നിന്നെ നോക്കി പറയണം. ഇന്നലെ വേദനിപ്പിച്ചവർ നിന്നെ നോക്കി പറയണം. ഇന്നലെ നിന്നെ ഈഴ്ത്തിയവർ നിന്നെ നോക്കി പറയണം. അവർ പറയണം, നീ ആള് മാറിപ്പോയി, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ശത്രു പറയും വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പറ, ശത്രു പറയും വരെ, ശത്രു പറയും വരെ, ശത്രുക്കൾ പറയുന്നത് വരെ. ഓ ഹല്ലേലൂയ. ശത്രുക്കൾ പറയുന്നത് വരെ, ശത്രുക്കൾ പറയുന്നത് വരെ. അയൽവാസികളുണ്ടല്ലോ, അതിന് തർക്കം ഉണ്ടാക്കിയവര്, കേസ് കൊടുത്തവര്, പ്രശ്നം ഉണ്ടാക്കിയവര്, അപവാദം പറഞ്ഞവര്, അവരിതാ ടോൺ മാറ്റാൻ പോവാ, അവരിതാ നിന്റെ അടുത്ത് വരാൻ പോവാ. നീ അങ്ങോട്ട് പോയാൽ അവർ നിന്നെ തൊലയ്ക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇതാ ദൈവം നിന്റെ അവസ്ഥ മാറ്റി. അവൻ ഇല്ലാത്തത് ദൈവം നിനക്ക് നൽകുമ്പോൾ അവൻ നിന്റെ അടുക്കൽ വരാൻ പോവാ. നിന്റെ അഡ്രസ് ചോദിച്ചവർ വരാൻ പോവാ. നിന്റെ വഴി ചോദിച്ചവർ വരാൻ പോവാ. നിന്നെ അവർ തേടി വരാൻ പോവാ. യേശുവിന്റെ രക്തം ചെയ്യ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്ന. ഹല്ലേലൂയ. അവർ നിന്നെ തേടി വരാൻ പോവാ. അവർ നിന്നെ തേടി വരാൻ പോവാ. എല്ലാവരും ആരാധിക്കുക. അവർ നിന്നെ തേടി വരാൻ പോവാ. ദൂത് തീർന്നില്ല, ഒരു 20% ഇനിയും ബാക്കിയുണ്ട്. സ്തോത്രം. അതേ, ആ ആണ്ടിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അവർ ആ ആണ്ടിൽ ദൈവം അനുഗ്രഹിച്ചു. ആ ആണ്ടിൽ ദൈവനെ അനുഗ്രഹിച്ചു. ആ ആണ്ടിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. സ്തോത്രം. അതേ, ദേശത്ത് അവനെ വർദ്ധിച്ച് മഹാധനവാനായി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടു ദ ഗ്ലോറി ലാൻഡ്. വർദ്ധിച്ച് അവൻ മഹാധനവാനായി, വർദ്ധിച്ച് അവൻ മഹാധനവാനായി. സ്തോത്രം. എന്നാൽ മനസ്സിലാക്കുക, ഈ സ്റ്റോർ ഹൗസിലെ ധാന്യം മാത്രമല്ല കർത്താവ് സ്തോത്രം നൽകിയത്. ഇസഹാക്കേ, നിനക്കൊരു ക്ഷാമമെന്ന ട്രബിൾ ഉണ്ടായിരുന്നെങ്കിൽ, നിനക്ക് ക്ഷാമമെന്ന ട്രബിൾ ഉണ്ടെങ്കിൽ, there is a double for your trouble. There is double for your trouble. There is a double for your trouble. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? There is double for your trouble. Double for your trouble. സ്തോത്രം. കാരണം നല്ല ധനം ഉണ്ടായി, ധാന്യം ഉണ്ടായി. സ്തോത്രം. ആ സ്റ്റോർ ഹൗസ് നിറഞ്ഞു കഴിഞ്ഞു. നല്ല അതേ സമയത്ത് അപ്പൻ കുഴിച്ച കിണറുണ്ടായിരുന്നു. അപ്പൻ കുഴിച്ചതായ കിണറിൽ ശത്രുക്കൾ വന്ന് മണ്ണിട്ട് മൂടിക്കളഞ്ഞു. പിതാക്കന്മാർ കുഴിച്ച കിണറിൽ ശത്രുക്കൾ വന്ന് അതിനെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. കേരളം ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ. പലരും പറയുന്നു പണ്ടുണ്ടായിരുന്ന മാസ് ക്രൂസഡ് ഉണ്ടായിരുന്നു, കൂടിവരവുകൾ ഉണ്ടായിരുന്നു, നന്മകൾ ഉണ്ടായിരുന്നു, ഉണർവ് യോഗങ്ങൾ ഉണ്ടായിരുന്നു, കൃപാവരങ്ങളെ ശുശ്രൂഷ ഉണ്ടായിരുന്നു, രോഗശാന്തി ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം, അക്ഷരം വന്ന്, പണം വന്ന്, സ്തോത്രം, പ്രോസ്പിരിറ്റി വന്ന്, മെറ്റീരിയലിസം വന്ന്, വെസ്റ്റേണൈസേഷൻ വന്ന്, സഭാ രാഷ്ട്രീയം വന്ന് ആ ഉറവകളെ മൂടിക്കളഞ്ഞു എങ്കിൽ മനസ്സിലാകുന്നത് ഞാൻ പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ മണ്ണ് മാറ്റ്, ആ സഭാ രാഷ്ട്രീയത്തിന്റെ മണ്ണ് മാറ്റ്, ആ ജഡത്തിന്റെ മണ്ണ് മാറ്റ്, ആ ലോകമയത്തിന്റെ മണ്ണ് മാറ്റ് ആരെങ്കിലും ഉണ്ടോ? ഓ, അശുദ്ധികളെ മാറ്റ്. പിശാചിന്റെ ആത്മീയ ഉറവകളെ വലിച്ചെറിഞ്ഞതായ ആ മണ്ണ് മാറ്റ്. എത്ര പേർ ആമേൻ പറയുന്നു? ഈ 4 ചുവരിനകത്ത് ഇത് നിൽക്കത്തില്ല കേട്ടോ. ഈ ദൂത് ഈ 4 ചുവരിനകത്ത്, നിങ്ങളടുത്ത് 4, 3, 7 പേരടുത്ത് അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ 14 ജില്ലകളെ നോക്കി പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ മണ്ണ് മാറ്റ്, ആ ചപ്പും ചവറും മാറ്റ്. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഉറവകളിൽ വലിച്ചിട്ട മഞ്ഞപത്രത്തെ വകഞ്ഞു മാറ്റ്, സഭാരാഷ്ട്രത്തെ എടുത്തു മാറ്റ്.
വിളിച്ച് ബുദ്ധിയെയും ജഡത്തിനെയും എടുത്തു മാറ്റ്. സ്തോത്രം. വീണ്ടും വെള്ളം കാണുകയാണ്, വീണ്ടും വെള്ളം കാണുകയാണ്. വീണ്ടും കൊയ്ത്ത് മാത്രമല്ല കാണുന്നത്, വീണ്ടും സ്തോത്രം ഉറവകൾ തുറക്കുകയാണ്, ഉറവകൾ തുറക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുക. ഉറവകൾ തുറക്കുകയാണ്, ഉറവകൾ തുറക്കുകയാണ്, ഉണർവിന്റെ ഉറവകൾ തുറക്കുകയാണ്. ഓ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നതായ ഉറവകൾ തുറക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും ഉറവകൾ തുറക്കുകയാണ്, വീണ്ടും സ്റ്റേഡിയംസ് തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്റ്റേഡിയംസ് തുറക്കുകയാണ്. ഈ സ്റ്റേഡിയം സ്തോത്രം അതെ അവർ പണിതത് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയാ. നമുക്ക് പണിയാൻ നേരമില്ല, അവർ പണിതിട്ടു. എന്നാൽ ഈ സ്റ്റേഡിയം നിറയുവാൻ പോകുകയാണ്. ഈ കാലഘട്ടത്തിന്റെ കൊയ്ത്തിന്റെ കതിരുകളുമായി സ്റ്റേഡിയംസ് നിറയുവാൻ പോകുന്നു, ഗ്രൗണ്ടുകൾ നിറയുവാൻ പോകുന്നു. ഹല്ലേലൂയ. നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പഞ്ചായത്ത് ഗ്രൗണ്ട് അവകാശം പറ. യേശുവിന്റെ നാമത്തിൽ ഇത് നിറയുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ക്ഷാമം മാറും. ഈ ക്ഷാമം മാറും. തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറ്, തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറ്. Let the people come in Jesus name. ഓ ജനം കൂടി വരട്ടെ, ജനം കൂടി വരട്ടെ, ജനം കൂടി വരട്ടെ, ജനം കൂടി വരട്ടെ. ദേശത്ത് നോക്കി പ്രവചിച്ചു പറ. പിശാചിട്ടതായ മണ്ണ് മാറട്ടെ. ആ ഉറവകൾ തുറക്കട്ടെ, ആ ഉറവകൾ തുറക്കട്ടെ, ആ നന്മയുടെ ഉറവകൾ തുറക്കട്ടെ. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നതായ ഉറവകൾ തുറക്കട്ടെ, പിതാക്കന്മാരുടെ കാലത്തുള്ളതായ ഉറവകൾ തുറക്കട്ടെ. പിതാക്കന്മാരുടെ കാലത്തുള്ള കെ അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്ന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ കാലത്തുണ്ട ഉറവകൾ തുറക്കട്ടെ. മാരാമൺ കൺവെൻഷൻ മുതലുള്ളത് സകലതും തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തുറക്കട്ടെ. കാഞ്ഞിരക്കുളം സ്റ്റേഡിയം തുറക്കട്ടെ. ഹല്ലേലൂയ. പേരൂർക്കടയിലെ തങ്കമ്മ സ്റ്റേഡിയം തുറക്കട്ടെ. ആമേൻ. സ്തോത്രം. പുത്തരിക്കണ്ട മൈതാനം തുറക്കട്ടെ. ചന്ദ്രസേൻ നായർ സ്റ്റേഡിയം തുറക്കട്ടെ. കൊച്ചിൻ സ്തോത്രം മെറൈൻ ഗ്രൗണ്ട് തുറക്കട്ടെ. ഓ ഹല്ലേലൂയ. സ്തോത്രം. സർക്കസ് മൈതാൻ കൽക്കട്ടയിൽ തുറക്കട്ടെ. ഓ വിജയവാഡയിലെ സ്തോത്രം സ്റ്റേഡിയംസ് തുറക്കട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഉറവകൾ തുറക്കട്ടെ. വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ചോ, കരങ്ങളെ ഉയർത്തിയോ, ആ കരങ്ങളെ തുറന്ന് ഉണർവിന്റെ അന്യഭാഷ പറഞ്ഞേ. വിത്തുണ്ടോ? അന്തരീക്ഷം മാറ്. വിത്തുണ്ടോ? വയലിന്റെ അനുഭവം മാറ്. വയലിന്റെ ശൂന്യത മാറ്. ചർച്ചിന്റെ ശൂന്യത മാറ്. മിനിസ്ട്രിയുടെ ശൂന്യത മാറ്. ഭാവിയുടെ ശൂന്യത മാറ്. ശുശ്രൂഷയുടെ ശൂന്യത മാറ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നൂറുകണക്കിന് പ്രവാചകന്മാര്, നൂറുകണക്കിന് പാസ്റ്റർമാര്, നൂറുകണക്കിന് സുവിശേഷകന്മാര്, ഓ ദൈവദാസന്മാരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയട്ടെ. നിനക്ക് ആഹാരം കഴിക്കാൻ പോലും നേരമില്ലാത്ത രീതിയിൽ ദൈവം നിന്നെ ഓടിപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഉറവകൾ തുറക്കുകയാണ്, ഉറവകൾ തുറക്കുകയാണ്, ഉറവകൾ തുറക്കുകയാണ്. നേരം പോയി ഒരു വാക്ക് കൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ സഭയോ നിർത്താൻ കഴിയത്തില്ല. സ്തോത്രം. പിതാക്കന്മാരുടെ കാലത്ത് മാത്രമല്ല ഈ ഉറവകൾ തുറന്നത്, പിതാക്കന്മാരുടെ ഉറവകൾ മാത്രമല്ല തുറന്നത്. തമ്പുരാൻ പറയുന്ന അതേ അധ്യായത്തിൽ ഇസഹാക്ക് അവൻ തന്നെ വേറെ ചില കിണറുകൾ കുഴിച്ചു. അവൻ തന്നെ വേറെ ചില കിണറുകൾ കുഴിച്ചു. ഇസഹാക്ക് അവൻ തന്നെ ചില കിണറുകൾ കുഴിച്ചു. പിതാക്കന്മാരുടെ കിണറിൻ പേരിൽ മാത്രമല്ല നീ അറിയപ്പെടുന്നേ. ഓ പോയി. നിന്റെ പേരിൽ ചില ഉണർവുകളുണ്ട്, നിന്റെ പേരിൽ ചില ഉണർവുകളുണ്ട്, നിന്റെ പേരിൽ ചില മൂമെന്റ്സ് ഉണ്ട്, നിന്റെ പേരിൽ ചില നന്മകളുണ്ട്, നിന്റെ പേരിൽ ചില സ്തോത്രം അനുഗ്രഹങ്ങളുണ്ട്. സ്തോത്രം. നിന്റെ പേരിൽ തമ്പുരാൻ തരുന്ന എക്സ്ട്രായാണ്. നിന്റെ പേരിൽ തമ്പുരാൻ തരുന്ന എക്സ്ട്രായാണ്. ഇന്ന് നിനക്കൊന്നുമില്ല, ഇന്ന് നിനക്ക് ശൂന്യമാണ്, ഇന്ന് നിനക്ക് ക്ഷാമമാണ്. എന്നാൽ തമ്പുരാൻ പറയുന്നു സ്തോത്രം. അതെ, പിതാക്കന്മാരുടെ കാലത്ത് മാത്രമല്ല നിന്റെ പേരിൽ ചില കിണറുകളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, പലതിൻ്റെ പിതാവാണ് നീ, പലതിൻ്റെ മാതാവാണ് നീ, പലതിൻ്റെ പിതാവാണ്, പലതിൻ്റെ മാതാവാണ്. യേശുവിൻ്റെ നാമത്തിൽ വിത്ത് വിതയ്ക്കട്ടെ, വിത്ത് വിതയ്ക്കട്ടെ, വിത്ത് വിതയ്ക്കട്ടെ. വ്യർത്ഥ പാരമ്പര്യങ്ങൾ വൃഥാവാകട്ടെ. അബ്രഹാമിനെ പറ്റിയ അബദ്ധം നിനക്ക് പറ്റേണ്ട കാര്യം ഇല്ല. കഴിഞ്ഞ തലമുറയ്ക്ക് അബദ്ധമെങ്കിൽ ഈ തലമുറയ്ക്ക് സുബദ്ധമത്രേ. രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
രണ്ട് കരങ്ങളും ഉയർത്തി ശബ്ദമുയർത്തി ആരുമേ ഇതിൽ നിന്ന് പുറത്തു പോകല്ലേ. ഈ വെബ് സ്ട്രീമിൽ നിന്ന് ആരും പുറത്തു പോകല്ലേ. ഭാവിച്ചു നിന്നേ. ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ആൽഫയും നീയേ, ഓമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ഔഷധം യേശു, ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ആൽഫയും യേശു, ആൽഫയും നീയേ, ഓമേഗയും നീയേ, അങ്ങേ ഞാൻ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. എൻ യേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ കർത്താവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ നാഥനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ. കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ കഴിയാതെ കപ്പിയിൽ ചുറ്റിക്കിടക്കുന്നതായ കയറുകൾ പോലെ ചുറ്റിക്കിടക്കുന്ന എൻ്റെ ജനത്തിൻ്റെ ചുറ്റുകളെ ഞാൻ അഴിച്ച്, കപ്പികൾ കയറ് ഉണക്കി കിടക്കുന്നത് പോലെ ചുറ്റിക്കിടക്കുന്ന എൻ്റെ ജനത്തിൻ്റെ ചുറ്റുകളെ, ഉടക്കുകളെ ഞാൻ അഴിച്ചു മാറ്റി, വീണ്ടും അതതിൻ്റെ കുരുക്കുകളെ ഞാൻ അഴിച്ചെടുത്ത്, ആർക്കും അഴിപ്പാൻ കഴിയാത്ത കുരുക്കുകളെ ഞാൻ അഴിച്ച് എൻ്റെ മഹത്വത്തെ എൻ്റെ ജനത്തിന്മേൽ ഞാൻ വെളിപ്പെടുത്തും. വീണ്ടും ഇതിൻ്റെ ചപ്പ് ചവറുകളെ ഞാൻ എടുത്തു മാറ്റി, ഇതിൻ്റെ ആഴങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും. ഇതിൻ്റെ കലങ്ങിയ അനുഭവങ്ങളെ എനിക്ക് നീക്കുവാനുണ്ട്. ഇതിൻ്റെ കലങ്ങിയ അനുഭവങ്ങളെ എനിക്ക് നീക്കുവാനുണ്ട്. ഇതിൻ്റെ തെളിഞ്ഞ വെള്ളങ്ങളെ ഞാൻ കൽപ്പിച്ച് അടുത്തുള്ളവരെ ദാഹം തീർക്കുവാൻ, അകലെ ഉള്ളതിനെ ദാഹം തീർക്കുവാൻ ഇതിൻ്റെ മഹത്വത്തെ ഞാൻ വർദ്ധിപ്പിക്കും. അടുത്തുള്ളവർ ഇതിലേക്ക് നടന്നു വരും, അകലെയുള്ളവർ ഇതിലേക്ക് ഒഴുകിയെത്തും. നിന്റെ ശ്രുതിയെ ഞാൻ ഈ ദിവസങ്ങളിൽ ദൂരങ്ങളിലേക്ക് കേൾപ്പിക്കും. ഗ്രാമങ്ങൾക്കും പട്ടണങ്ങളുടെയും ദാഹം തീർക്കുന്ന നന്മകൾക്ക് കാരണമാക്കി ഞാൻ നിന്റെ ജനത്തെ തീർക്കും. നിന്റെ കയ്യിൽ ഞാൻ പുതിയ പുതിയ ടെക്നോളജീസ് ഐഡിയകൾ നൽകും. പുതിയ പണിയായുധങ്ങൾ നൽകുന്നത് പോലെ പുതിയ ടെക്നോളജികൾ ഞാൻ നിന്നെ ഉള്ളിൽ നൽകും. പുതിയ
പുതിയ ടെക്നോളജി, പുതിയ ഐഡിയകൾ ഞാൻ നിനക്ക് നൽകാം. അത് ലോകക്കാർക്കില്ലാത്തത്, ലോകത്തിന് പറവാൻ കഴിയാത്തത്, സ്കൂളിന് പകർത്താൻ കഴിയാത്തത്, കോളേജിന് നൽകാൻ കഴിയാത്തത് ഞാൻ എൻ്റെ ജനത്തിൻ്റെ ആത്മമണ്ഡലത്തിൽ നിക്ഷേപിച്ച് ഭൗമമണ്ഡലത്തിൽ അതിനെ വെളിപ്പെടുത്തി എൻ്റെ മഹത്വത്തെ ഞാൻ ഈ ദിവസങ്ങളിൽ ഉദിപ്പിക്കും. ചത്തതും ചാകാൻ കിടക്കുന്നതുമായ പലതിനെ ഈ ദിവസങ്ങളിൽ ജീവിപ്പിക്കുന്ന ഒരു ജലധാര നിന്നിലൂടെ ഞാൻ വെളിപ്പെടുത്തും. ഉടഞ്ഞു കിടക്കുന്ന സഭകളെ നീ പണിയുന്നവനാക്. തകർന്നു കിടക്കുന്ന ദാസന്മാരെ നീ ബലപ്പെടുത്തുന്നവനാക്. ചതഞ്ഞതിനെ ഞാൻ സ്തോത്രം അത് ഒടിക്കുന്നില്ല എന്ന്, പുകയുന്നതിനെ ഞാൻ കെടുത്തുന്നില്ലെന്ന് നീ കേട്ടിട്ടുള്ളത് നിന്റെ കൺമുൻപിൽ ഞാൻ ഈ ദിവസങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങൾ എൻ്റെ ജനം ഒരുങ്ങട്ടെ. ഈ ദിവസങ്ങൾ എൻ്റെ ജനം പണിയപ്പെടട്ടെ. ഈ ദിവസങ്ങൾ എൻ്റെ ജനം ഉയരട്ടെ. ഈ ദിവസങ്ങൾ എൻ്റെ ജനം ബലപ്പെടട്ടെ. എന്നിൽ ബലപ്പെടട്ടെ. എന്റെ ബലത്തിൽ എന്റെ ജനത്തെ ഞാൻ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തുവാൻ പോകുന്നു. ദുഃഖകാലങ്ങളെ നീ മറക്ക്. കഷ്ടതകൾ നീ പുറത്തു വരും. നന്മയുടെ ഓഹരികൾ നീ വിളമ്പ്. ആയിരങ്ങൾക്ക് നീ വിളമ്പി നൽക്. അതിനായി നിന്റെ കലവറകളെ ഞാൻ ഒരുക്ക്. നിന്റെ കലവറകൾ ഞാൻ കാവൽക്കാരാക്കും. ഒരിയാത്ത കലവറ നിന്റെ കാലത്തും, നിന്റെ തലമുറയുടെ കാലത്തും, അവരുടെ തലമുറയുടെ കാലത്തും ഒരിയാത്ത കലവറ. നിന്റെ താഴ്വരകൾ ഞാൻ ചലനങ്ങൾ നൽകുകയാണ്. പകരുകയാണ്. ബിസിനസ് മണ്ഡലങ്ങളിൽ ഞാൻ ഈ ദിവസങ്ങൾ ചലിപ്പിക്കുകയാണ്. കോർപ്പറേറ്റ് കമ്പനികളെ ഞാൻ ഈ ദിവസങ്ങൾ ചലിപ്പിക്കുകയാണ്. കോട്ടകൾ പോലെ ഉറച്ചു നിന്നവർ തമ്മിൽ തല്ലുന്നത് എന്റെ ജനം കാണുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. എനിക്കുള്ളതിനെ ഞാൻ ഈ ദിവസങ്ങൾ വേർതിരിക്കുകയാണ്. എനിക്കുള്ള ഹെൽപ്പ് ലൈൻ ഉള്ള പലതിനെ ഞാൻ എനിക്ക് വേണ്ടി വേർതിരിക്കുവാൻ വേണ്ടി പോകുന്നു. വമ്പന്മാർ ബൈബിൾ എടുക്കുന്ന ദിവസങ്ങളാണിത്. കൊമ്പുയർത്തുന്നവരുടെ കൊമ്പുകളെ ഞാൻ മുറിച്ചു കളയുന്ന ദിവസങ്ങളാണ്. വമ്പന്മാർ വമ്പ് പറഞ്ഞ നാവിൽ എന്റെ വചനം പറയുന്നത് ഈ ഇന്ത്യ കാണുവാൻ വേണ്ടി പോകുകയാണ്. വമ്പന്മാർ വമ്പ് പറഞ്ഞ നാവിൽ ബൈബിൾ കൊട്ടേഷൻ പറയുന്നത് എന്റെ ജനം കാണുവാൻ വേണ്ടി പോകുന്നു. പലതിന്റെ കൊമ്പുകൾ ഞാൻ ഈ ദിവസങ്ങളിൽ അരിഞ്ഞു മാറ്റും. പലതിന്റെ വന്യ സ്വഭാവങ്ങളെ ഞാൻ എടുത്തു മാറ്റും. പലതിന്റെ ചെന്നായിയുടെ സ്വഭാവങ്ങളെ ഞാൻ നീട്ടിയിട്ട് മാറ്റിയിട്ട് പലതിന്റെ കുഞ്ഞാട് പോലെ ഞാൻ ആക്കി തീർക്കും. അങ്ങനെ എന്റെ ജനത്തിന് ഒരു വേർതിരിവ് ഈ ദിവസങ്ങൾ ഞാൻ പകരുവാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങൾ വീണ്ടും അതിന്റെ കൊയ്ത്തിന്റെ ഗാനങ്ങൾ ഉയരട്ടെ. വിശ്വാസ ഗാനങ്ങൾ ഉയരട്ടെ. വിടുതലിന്റെ ഗാനങ്ങൾ ഉയരട്ടെ. പ്രവചന ഗാനങ്ങൾ ഉയരട്ടെ. വിശ്വാസ ഗാനങ്ങൾ ഉയരട്ടെ. Come on people, lift your hands and lift your voice. ദൈവത്തെ ആരാധിച്ചേ. പല മണ്ഡലങ്ങളിൽ കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്നറിയാത്ത കൺഫ്യൂഷൻ. ആ സമയത്ത് എൻ്റെ വചനം അവർ കേൾക്കും. എൻ്റെ ദാസന്മാരെ അവർ വിളിക്കും. രഹസ്യാരങ്ങളിൽ ദൂതുകൾ പകരും. അകലെ നിന്ന് സിറിയയിൽ നിന്ന് നയമാൻ വന്നതുപോലെ അന്യദേശക്കാർ പോലും നിന്റെ ദൂതിന് വേണ്ടി കാതോർക്കുന്ന ദിവസങ്ങളുണ്ട്. എൻ്റെ വചനത്തിൽ പലതും വിശ്വസിക്കും. ചിലതെല്ലാം രഹസ്യത്തിൽ വിശ്വസിക്കും. ചിലതെല്ലാം രഹസ്യത്തിൽ രക്ഷകനെന്ന് ഏറ്റുപറയും. മറ്റു ചിലതെല്ലാം ധൈര്യത്തോടെ പരസ്യമായി കടന്നു വന്ന് പറയും. അവണ്ണം എന്റെ മഹത്വത്തെ ഞാൻ ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തും. ഇത് തിന്മയുടെ സീസൺ എന്ന് ലോകം പറയുന്നുവെങ്കിൽ എൻ്റെ സഭ, എൻ്റെ മണവാട്ടി എഴുന്നേറ്റെന്ന് പറയും ഇതെന്റെ നന്മയുടെ സീസൺ എന്ന്. അങ്ങനെ എൻ്റെ ജനത്തിന്റെ കാലങ്ങൾക്ക് ഒരു വ്യതിയാനം ഞാൻ വെളിപ്പെടുത്തി. ഈ ദിവസങ്ങൾ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലാത്ത റൂട്ടിലൂടെ ഒരു പുതിയ ഇന്ധനം പകർന്ന്, പുതിയ ആയുധം നൽകി, പുതിയ നിയോഗം പകർന്ന് ഈ നാളുകൾ എൻ്റെ ജനത്തെ മുന്നിലേക്ക് നടത്തുന്ന വിടുതൽ നാളുകൾ അത്രേ. എൻ പാറയും എൻ പരിചയം എൻ ശൈലവും എൻ കോട്ടയും. എൻ പാറയും എൻ പരിചയം എൻ ശൈലവും
കോട്ടയും എൻ പാറയും എൻ പരിചയം എൻ ശൈലവും എൻ കോട്ടയും എൻ നാഥനും എൻ നീതിയും നീയേ. എൻ മഹത്വം എൻ ശക്തി എൻ പ്രാപ്തി എൻ ജീവൻ എൻ മറവിടാം എൻ ഉറവിടം യേശുവേ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ഒരു മാതാവ് പോയ ശേഷം, ഒരു പിതാവ് ഈ ലോകത്ത് നിന്ന് പോയ ശേഷം, ഒരു മാതാവ് പോയ ശേഷം, ഒരു പിതാവ് പോയ ശേഷം അവിടെ പഴയ തുണി, പഴയ ചപ്പൽ, ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങൾ, പഴയത് ആവശ്യമില്ലാത്തത് ആ കോമ്പൗണ്ടിൽ നിന്ന് എറിഞ്ഞു കളയുന്നത് പോലെ ഇന്ന് പകൽക്കാലം വ്യർത്ഥ പാരമ്പര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എറിഞ്ഞു കളയുന്നു. വ്യർത്ഥ പാരമ്പര്യങ്ങൾ എറിഞ്ഞു കളയുന്നു. ആ ഓപ്പറേഷൻ എറിഞ്ഞു കളയുന്നു. എത്ര പേർക്ക് വേണം? ആ ഓപ്പറേഷൻ എറിഞ്ഞു കളയുന്നു. ആ ഹോസ്പിറ്റലൈസേഷൻ എറിഞ്ഞു കളയുന്നു. ആ സ്ട്രോക്കുകൾ എറിഞ്ഞു കളയുന്നു. ആ ഡയബറ്റിക്സ് എറിഞ്ഞു കളയുന്നു. ആ BP എറിഞ്ഞു കളയുന്നു. ആ ഹൃദയ രോഗം എറിഞ്ഞു കളയുന്നു. ആ സാമ്പത്തിക തകർച്ചകൾ എറിഞ്ഞു കളയുന്നു. വ്യർത്ഥ പാരമ്പര്യങ്ങൾ വൃഥാവാകുകയാണ്. വ്യർത്ഥ പാരമ്പര്യങ്ങൾ വൃഥാവാകുകയാണ്. വ്യർത്ഥ പാരമ്പര്യങ്ങൾ വൃഥാവാകുകയാണ്. തിന്മകളെ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, വായു തുറന്ന് പറ, യേശുവിൻ്റെ രക്തം. എല്ലാവരും പറ, വായു തുറന്ന് പറ, യേശുവിൻ്റെ രക്തം. പറഞ്ഞതില്ല യേശുവിൻ്റെ രക്തം വ്യർത്ഥ പാരമ്പര്യങ്ങളെ എരിച്ചു കളയുന്നു. വ്യർത്ഥ പാരമ്പര്യം യേശുവിൻ്റെ രക്തം എരിച്ചു കളയുന്നു. പകരം ഈ ദൂതൻ ഒരു പക്ഷേ മറ്റൊരു തലക്കെട്ട് കൊടുത്തെങ്കിൽ അതിനിങ്ങനെ ഇംഗ്ലീഷിൽ കൊടുക്കാം: ട്രെൻഡ് മേക്കർ. പുതിയൊരു ട്രെൻഡ് നിന്റെ വീട്ടിൽ നിന്നിലൂടെ ഉണ്ടാകാൻ പോവാം. നിന്നിലൂടെ പുതിയൊരു ട്രെൻഡ്. നിന്റെ കസിൻസ് അതിശയിക്കും. നിന്റെ ബന്ധുക്കൾ മൂക്കിൽ വിരൽ വയ്ക്കും. ഷടാ, ഇങ്ങനെ ഒരുവനും ഉണ്ടായിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരുത്തനും സ്വന്തം ദേശത്ത് പോലും പ്രധാനമന്ത്രിയായില്ല, പിന്നെ അല്ലയോ അന്യദേശത്ത് പ്രധാനമന്ത്രിയായത്. സ്തോത്രം. ഞങ്ങളെല്ലാം ക്ഷാമത്തിൽ കിടക്കുമ്പോൾ യോസേഫ് പ്രധാനമന്ത്രി. അവനൊരു ട്രെൻഡ് മേക്കറാണ്. മനസ്സിലായ? രാമേൻ പറ, ട്രെൻഡ് മേക്കർ. നിന്നിലൂടെ, നീ പിൻപിലല്ല, നിന്നെ കണ്ട മറ്റുള്ളവർ പഠിക്കുക. യേശുവിൻ്റെ നാമത്തിൽ യു ആർ ഗോയിങ് ടു ബി എ ട്രെൻഡ് മേക്കർ. ഈവൻ ശുശ്രൂഷയിൽ പോലും നീ ഒരു ട്രെൻഡ് മേക്കർ ആയിരിക്കുക. ഓ, അസൂയയില്ലാതെ ആമേൻ പറഞ്ഞാട്ടെ, അസൂയയില്ലാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അസൂയ അറബിക്കടലിൽ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ട്രെൻഡ് മേക്കർ. ബാക്കിയുള്ള എല്ലാവരും കാട്ടുമൃഗം പോലെ നാറുമ്പോൾ, ബാക്കിയുള്ള എല്ലാവരും ശൗലിൻ്റെ പട്ടാളത്തിൽ തുരുമ്പ് പിടിച്ച വാളമായിരിക്കുമ്പോൾ, തുരുമ്പ് പിടിച്ച ആയുധമായിരിക്കുമ്പോൾ, ബാക്കിയുള്ള എല്ലാം ശൗലിൻ്റെ പട്ടാളത്തിൽ തുരുമ്പ് പിടിച്ച ആയുധമായിരിക്കുമ്പോൾ, ഇവരിതാ കൊട്ടാരത്തിൽ നടന്നു കയറുന്ന ഭാവിയുടെ ചക്രവർത്തിയാണ്. ട്രെൻഡ് മേക്കർ. യേശുവിൻ്റെ നാമത്തിൽ ഈ കോവിഡ് നിനക്ക് തിന്മയ്ക്കല്ല, ഈ കോവിഡ് കാലം വന്നത് നിനക്ക് നന്മയ്ക്ക. നിന്റെ ട്രെൻഡ് മേക്കറിനെ തമ്പുരാൻ പുറത്തെടുക്കുക. നിന്റെ ട്രെൻഡ് മേക്കറെ കർത്താവ് പുറത്തെടുക്കുക. ഹല്ലേലൂയ. ഗോഡ് ഓഫ് ക്രിയേഷൻ. ഇതുവരെ നിനക്കില്ലാത്തത് നിനക്ക് സൃഷ്ടിച്ച് നൽകുക. ഇത് നിന്റെ സീസണാ. രണ്ട് കരങ്ങളെ സ്വന്തം തലമേൽ വെച്ച് പറ, ഇതെൻ്റെ കാല. എനിക്ക് നേരം കളയാനില്ല, എനിക്ക് സമയം കളയാനില്ല, എനിക്ക് നേരം കളയാനില്ല, എനിക്ക് സമയം കളയാനില്ല. യേശുവിൻ്റെ നാമത്തിൽ 25% ബാക്കി വെച്ചാൽ ഞാൻ പ്രസംഗം നിർത്തുന്നത്. നേരം കളയാനില്ല, സമയം കളയാനില്ല. You are going to be the trend maker in Jesus' name. വ്യർത്ഥ പാരമ്പര്യങ്ങൾ പൊളിഞ്ഞിട്ട് പുതിയ ട്രെൻഡ് നിന്നിലൂടെ പുറത്തു വരികയാണ്. വ്യർത്ഥ പാരമ്പര്യങ്ങൾ ഫലിക്കയില്ല. വ്യർത്ഥ പാരമ്പര്യങ്ങൾ
ഫലിക്കയില്ല. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുട്ടികളെ നോക്കി ഞാൻ ദൈവകൃപയാൽ പറയട്ടെ, സമയം കളയാനില്ല. സ്തോത്രം. ആൾക്കാരോട് പറ, ദൈവത്തോട് ചോദിക്കുക. ആസ്ക് ഗോഡ്. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. സ്തോത്രം. ജോലി ചോദിക്കുക, വിവാഹം ചോദിക്കുക, ശുശ്രൂഷ ചോദിക്കുക, അനുഭവങ്ങൾ ചോദിക്കുക, അവസരങ്ങൾ ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക. ആസ്ക് ഗോഡ്. ജനത്തോട് പറ, ജനത്തോട് പറ, ജനത്തോട് പറ, ജനത്തോട് പറ. അങ്കിളെ, സ്തോത്രം. ആൻറ്റിയെ, എൻ്റെ അവസ്ഥ ഇതാണ്, ജനത്തോട് പറ. സമയം കളയാനില്ല, സമയം കളയാനില്ല. വഴിമുട്ടി നിൽക്കുന്നെന്ന് പറയുന്ന ഏതെങ്കിലും ചെറുക്കന്മാരും ചെറുക്കികളുണ്ടെങ്കിൽ അവരെല്ലാം തട്ടിപ്പറ. നിന്റെ കാര്യ പറയുന്നത്, പറ, നിന്റെ കാര്യ പറയുന്നത്. നേരം കളയാനില്ല, നേരം കളയാനില്ല, നേരം കളയാനില്ല, നേരം കളയാനില്ല. ഫോൺ ചെയ്യേണ്ടവർക്ക് ഫോൺ ചെയ്, ഇമെയിൽ അയക്കേണ്ടവർക്ക് ഫോൺ അത് ഇമെയിൽ അയക്ക്, ഇമെയിൽ അയക്കേണ്ടവർക്ക് ഇമെയിൽ അയക്ക്, മെസ്സേജ് അയക്കേണ്ടവരെ മെസ്സേജ് അയക്ക്. തട്ടേണ്ടടുത്ത് തട്ട്. തുറക്കും, തുറക്കും. ഈ ജൂൺ മാസത്തിൽ തട്ടിയാ തുറക്കും, തട്ടിയാ തുറക്കും, തട്ടിയാ തുറക്കും, തട്ടിയാ തുറക്കും, തട്ടിയാ തുറക്കും. തട്ടിയാ തുറക്കുന്നത് സ്തോത്രം ക്ഷാമത്തിൽ നിന്ന് ക്ഷേമത്തിലേക്ക് പോകാനാണ്, പുതിയ പച്ചിപ്പിനാണ്, പുതിയ നിറവിനാണ്. വ്യർത്ഥ പാരമ്പര്യങ്ങൾ സ്തോത്രം പൊളിഞ്ഞു മാറുകയാണ്. വ്യർത്ഥ പാരമ്പര്യങ്ങൾ തകർന്നു മാറുകയാണ്. വ്യർത്ഥ പാരങ്ങൾ അപ്പൻ ചെയ്യാത്തത്, അമ്മ ചിന്തിക്കാത്തത്, തലമുറകളിലൂടെ സംഭവിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ചെയ്യുമാറാകട്ടെ. ജൂഡ് ലാസ്റ്റ്. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ, വിശ്വസിച്ച കരങ്ങളെ ഉയർത്തിയാട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പുതിയ ട്രെൻഡുകളെ കൈകാര്യം ചെയ്യുന്ന കരങ്ങൾ ഉയരട്ടെ. പുതിയ ട്രെൻഡുകൾ, പുതിയ ട്രെൻഡുകളെ കൈകാര്യം ചെയ്യുന്ന കരങ്ങൾ. യെസ്, സംതിങ് ന്യൂ. പുതിയ ട്രെൻഡ്, സംതിങ് ന്യൂ, പുതിയ ട്രെൻഡ്. നസ്രത്തിൽ നിന്ന് വന്ന നന്മ വരുമോ? വന്നപ്പോ ഏറ്റവും നല്ലത് നസ്രത്തിൽ നിന്ന് വന്നു. പ്രതീക്ഷയില്ലാത്ത നിന്നിലൂടെ ഭയങ്കര പ്രവൃത്തി. നാട്ടിനും വീട്ടിനും പ്രതീക്ഷയില്ലാത്ത നിന്നിലൂടെയാണ് ഭയങ്കര പ്രവൃത്തി. യു ആർ ഗോയിങ് ടു ബി എ ട്രെൻഡ് മേക്കർ. വെയിൻ ട്രഡിഷൻസ് വാനിഷസ്. വെയിൻ ട്രഡിഷൻസ് വാനിഷ്ഡ്. വെയിൻ ട്രഡിഷൻസ് വാനിഷ്ഡ്. വെയിൻ ട്രഡിഷൻസ് വാനിഷ്ഡ്. വ്യർത്ഥ പാരമ്പര്യങ്ങൾ മാറുകയാണ്. ജോലികളെ ഞാൻ വിളിച്ചു വരുത്തുന്നു, വിവാഹങ്ങളെ വിളിച്ചു വരുത്തുന്നു, ശുശ്രൂഷകൾ വിളിച്ചു വരുത്തുന്നു, മിഷൻ സ്റ്റേഷൻസിനെ വിളിച്ചു വരുത്തുന്നു, നന്മകളെ വിളിച്ചു വരുത്തുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപ് ഇപ്പോഴും സദാകാലത്തോടും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എന്നൊന്നും ആശ്വസിപ്പിച്ച് വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് വിടുവിച്ച് പുതിയൊരു ട്രെൻഡിനെ ഈ ദിവസങ്ങളിൽ നിന്നിലൂടെ പുറത്തെടുക്കുവാൻ നിന്നെ അഭിഷേകം ചെയ്യുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ നിയോഗിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ വിലയേറിയ കൃപയും സാന്നിധ്യവും സമാധാനവും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി